ഇപ്പോൾ ജോബ് റിലേറ്റഡിൽ ആദ്യത്തെ പാർട്ട് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് നോക്കാം. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തെങ്കിലും ഒരു സോഴ്സ്, ആറ്, കിണർ, ബേസിക്കലി വെള്ളം ഉള്ളൊരു സ്ഥലം. അപ്പോൾ ഈ ഒരു വെള്ളമുള്ള സ്ഥലത്തുനിന്ന് വെള്ളം ആവശ്യമായ ഒരു കമ്മ്യൂണിറ്റി, ഒരു സിറ്റി ആവാം, ടൗൺ ആവാം, മുനിസിപ്പാലിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം, വാട്ടവർ, അതിലേക്ക് വെള്ളം എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സ്, സോഴ്സിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് വെള്ളം എത്തിക്കണം. ഈ പ്രോസസ്സാണ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് ഈ പറയുന്ന വെള്ളം നേരിട്ടെടുത്ത് കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ സോഴ്സസിൽ ഒരുപാട് തരം ഇമ്പ്യൂരിറ്റിയും ഒരുപാട് തരം കണ്ടാമിനേഷനും പൊല്യൂഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് എടുത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏതൊരു വാട്ടർ സപ്ലൈ സ്കീം എന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു സോഴ്സ് കാണും. സോഴ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യും, വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻടേക്ക് സ്ട്രക്ചർ കാണും. ഇൻടേക്കിൽ നിങ്ങൾ വെള്ളം കളക്ട് ചെയ്തതിന് ശേഷം പൈപ്പുകളിലൂടെയോ കനാലുകളിലൂടെയോ വെള്ളം കൺവേ ചെയ്ത് നിങ്ങളെവിടെ എത്തിക്കും, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തിക്കും. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വിവിധ തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. വെള്ളത്തിനകത്ത് എന്തൊക്കെ ഇമ്പ്യൂരിറ്റി ഉണ്ടോ പലതരം ഇമ്പ്യൂരിറ്റിയും റിമൂവ് ചെയ്യാൻ പലതരം പ്രോസസ്സുകൾ ഉപയോഗിക്കും. ഇതിനെ റിമൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ വെള്ളത്തെ പലതരം പൈപ്പുകളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും, കമ്മ്യൂണിറ്റിയിൽ എത്തിക്കും. ഈ ഒരു പ്രോസസ്സ് ഫ്രം സോഴ്സിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് കൺവേ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സ്, ഇതിനാണ് ബേസിക്കലി വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സ്കീം എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് അറിയാം, വാട്ടർ സപ്ലൈ സ്കീം, എല്ലാ വാട്ടർ സപ്ലൈ സ്കീമും ഒരേപോലല്ല. അതായത് വളരെ ചെറിയ രീതിയിലുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ട്, വളരെ വലിയ രീതിയിലുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് ചെറുതാണോ വലുതാണോ, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ സപ്ലൈ സ്കീമിൻ്റെ സൈസ് നിർണ്ണയിക്കുന്നത് ആക്ച്വലി ഹൈഡ്രോളിക് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോളിക് ലോഡിംഗ് എന്നാണ് അടുത്ത് നോക്കേണ്ടത്. പേരിനകത്തുണ്ട് ഹൈഡ്രോളിക് ലോഡിംഗ്. അപ്പോൾ ഹൈഡ്രോ ഇറ്റ്സ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു വെള്ളം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിങ്ങളിപ്പം ചില സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ട് വർക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചില ടൈമിൽ പറയും, ഓ ഭയങ്കര ലോഡാണ്, ഭയങ്കര പ്രഷറാണ് എന്ന് പറയും. ബേസിക്കലി എന്താ ലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഈ കേസിൽ കമ്മ്യൂണിറ്റിയുടെ വെള്ളത്തിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആര് സൂചിപ്പിക്കുന്നത്, ഹൈഡ്രോളിക് ലോഡിംഗ്. വെള്ളത്തിൻ്റെ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും വെള്ളം സപ്ലൈ ചെയ്യണം, അത്രയും വെള്ളം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന വാട്ടർ സപ്ലൈ സിസ്റ്റം എന്തായിരിക്കണം, അത്രയും വലുതായിരിക്കും. കമ്പാരിറ്റീവ്ലി കുറച്ച് ആളുകൾക്ക്, മേ ബി ഒരു ബിൽഡിങ്ങിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം വെള്ളം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലോ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഫിൽട്ടർ, നിങ്ങളുടെ വീട്ടിൽ സാധാ ഫിൽട്ടർ വെക്കത്തില്ലേ, അതെന്താ വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ മേ ബി ഒരു 4-5 ആളുകൾക്കുള്ള മതി. അപ്പോൾ അത്രയും ആളുകൾക്കുള്ള മതിയെങ്കിൽ നിങ്ങളുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്തായിരിക്കും, അത്രത്തോളം ചെറുതായിരിക്കും. ബേസിക്കലി സൈസ് ഓഫ് വാട്ടർ സപ്ലൈ നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും, ഹൈഡ്രോളിക് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. ഹൈഡ്രോളിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വാട്ടറിൻ്റെ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി വാട്ടറിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലോഡിംഗ്, ഞാൻ പറഞ്ഞ വാട്ടർ ഡിമാൻഡ് കൂടിയ വാട്ടർ സപ്ലൈ സിസ്റ്റം വലുതാവും, ഡിമാൻഡ് കുറഞ്ഞാൽ വാട്ടർ സപ്ലൈ സിസ്റ്റം ചെറുതാവും. ഇനി വാട്ടർ ഡിമാൻഡിനെ ഡിപ്പെൻഡ്, അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഹൈഡ്രോളിക് ലോഡിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, പോപ്പുലേഷൻ. അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്. ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടെങ്കിലോ അത്രയും ആളുകളുടെ വെള്ളത്തിൻ്റെ ആവശ്യകത നിറവേറ്റണം. അപ്പോൾ ഒബ്വിയസ്ലി അത്രയും വെള്ളം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ഡിമാൻഡ് കൂടുതലാണ്. പോപ്പുലേഷൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത്രയും ആവശ്യകതയുള്ളൂ, അത്രയും ചെറിയ സ്കീം പണിഞ്ഞാൽ മതി. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്താണ്, പോപ്പുലേഷൻ. രണ്ടാമത്തെ ഫാക്ടർ വാട്ടർ ഡിമാൻഡ്. വാട്ടർ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇത് ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണം, അതായത് ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. ഇതാണ് ഇവിടെ വാട്ടർ ഡിമാൻഡായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി, കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷൻ കിട്ടി. ഞാൻ പറയും, ഈ പോപ്പുലേഷനകത്ത് ഒരാൾക്ക് തന്നെ വേണ്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ പറഞ്ഞാലോ,
ഇത്രയും പേരെ ഉള്ളെങ്കിലും വലിയ എമൗണ്ട് കിട്ടും. അതേസമയം ഒരാൾക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അങ്ങനെ പറയുവാണെങ്കിൽ ഈവൻ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരാളുടെ അളവ് കുറവായതുകൊണ്ട് എന്തായിരിക്കും, ഓവറാൾ വരുന്ന അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. ആദ്യത്തെ പോപ്പുലേഷൻ, രണ്ടാമത്തെ വാട്ടർ ഡിമാൻഡ്. വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. ഒരു ദിവസം ഒരു മനുഷ്യന് എത്ര ലിറ്റർ വെള്ളം വേണം, ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസൈൻ പീരീഡ്. ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളൊരു പ്ലാന്റ് വെള്ളം കൊടുക്കാൻ പണിയുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സ്കീം നിങ്ങൾ ഡിസൈൻ ചെയ്യും. അത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഡിസൈൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു തോട്ട് വന്നു വാട്ടർ സപ്ലൈ സ്കീം തുടങ്ങാമെന്ന്. ഈ ഒരു പോയിന്റ് വരെ എന്തായിരിക്കും, നിങ്ങളുടെ പ്ലാനിങ് ആയിരിക്കും നടക്കുന്നത്. പ്ലാനിങ് കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങി. ഇത്രയും ദിവസം കൺസ്ട്രക്ഷൻ. കാരണം പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ 3, 4, 5 വർഷമൊക്കെ പോകും കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് പ്ലാന്റ് ഉണ്ടായി. ഇനി ഉണ്ടായ പ്ലാന്റ് ആ ഒരു ദിവസം ഉപയോഗിക്കാനാണോ? അല്ല, മേ ബി ഞാൻ പറയുകയാണ്, ഒരു 30 വർഷം ഉപയോഗിക്കാൻ വേണ്ടിയ ഞാനിത് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജേണി പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തു, ഇവിടെ ഇപ്പോൾ പ്ലാനിങ് കഴിഞ്ഞു, ഇവിടുന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങി, കൺസ്ട്രക്ഷൻ ഇവിടെ കഴിഞ്ഞു, 30 വർഷത്തേക്ക് ഉപയോഗിക്കണം. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിസൈൻ ലൈഫ് കഴിഞ്ഞു എന്നിരിക്കട്ടെ. ഇനി ഈ പ്ലാനിങ് തുടങ്ങിയപ്പം കമ്മ്യൂണിറ്റിയിൽ ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതാണ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായത് പോപ്പുലേഷൻ. അപ്പോൾ ഇത് ഓരോ ടൈം കൂടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും നമുക്കറിയാം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷൻ്റെ അളവ് നോർമലി എന്താ ചെയ്യുന്നത്, നോർമലി കൂടത്തേ ഉള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ്റെ കൂടലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഞാൻ ആദ്യം പറഞ്ഞു പോപ്പുലേഷൻ ഫാക്ടറാണ്. വാട്ടർ ഡിമാൻഡ്, അതായത് ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ടുന്നത് ഫാക്ടറാണ്. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാണിച്ചപ്പോൾ ഇവിടെ ഒരു പോപ്പുലേഷൻ, ഇവിടെ ഒരു പോപ്പുലേഷൻ, ഇവിടെ ഒരു പോപ്പുലേഷൻ, ഇവിടെ ഒരു പോപ്പുലേഷൻ. നിങ്ങളുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് പോപ്പുലേഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്, കണക്ക് കൂട്ടുന്നത്, ഏത് പോപ്പുലേഷൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യകതയായിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? ഇതുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴായിരിക്കും ഇതായിരിക്കും കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസത്തെ ഒരു മനുഷ്യൻ്റെ ആവശ്യകത ഇൻറ്റു പോപ്പുലേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ കമ്മ്യൂണിറ്റിയിൽ മൊത്തം ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് കിട്ടും. ഇനി ഈ അളവ് എപ്പോൾ നിങ്ങൾ പ്ലാന്റ് പണിയുന്ന സമയത്തെ പോപ്പുലേഷൻ്റെ മാത്രം ആവശ്യകത നിറവേറ്റിയാൽ മതിയോ? അല്ല, ഈ പ്ലാന്റ് തീരുന്ന 30 വർഷങ്ങൾക്ക് ശേഷം ഇത് പൊളിക്കുന്ന സമയമാകുമ്പോൾ എന്ത് പോപ്പുലേഷൻ ഉണ്ടോ അവരുടെ ആവശ്യകത പോലും നിറവേറ്റാൻ പറ്റണം, ആണല്ലോ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, എൻഡ് ഓഫ് ഡിസൈൻ ലൈഫിലുള്ള പോപ്പുലേഷൻ ആണ് ഏത് പോപ്പുലേഷൻ, ഈ പോപ്പുലേഷൻ. ഇതൊരു നോർമലി ആൾക്കാർ നെഗ്ലക്ട് ചെയ്ത് കളയുന്ന ഒരു പോയിന്റാണ്. പക്ഷെ എന്തെങ്കിലും ന്യൂമറിക്കൽ വന്നാൽ ഇത് നിങ്ങൾ ഓർത്തോളുക. വെറുതെ പോപ്പുലേഷൻ അല്ല, പോപ്പുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഡിസൈൻ ലൈഫ്. പോപ്പുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഡിസൈൻ ലൈഫ് ആണെന്ത്, പോപ്പുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഡിസൈൻ ലൈഫാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഹൈഡ്രോളിക് ലോഡിങ് അല്ലെങ്കിൽ വാട്ടർ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന 3 ഫാക്ടർ ഉണ്ട്. 1 പോപ്പുലേഷൻ, 2 വാട്ടർ ഡിമാൻഡ്, 3 ഡിസൈൻ പീരീഡ്. കാരണം ഇനി ഡിസൈൻ പീരീഡ് ഇത് 30 അല്ല, 5 വർഷമാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ 5 വർഷം ഈ സ്ഥലത്ത് നിന്ന് 5 വർഷം കഴിയുമ്പോൾ എന്ത് പോപ്പുലേഷൻ ഉണ്ടോ അയാളെ കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഡിസൈൻ പീരീഡ് ഇതിനകത്തൊരു ഫാക്ടറായിട്ട് വരുന്നത്. ഇത് കൂടിക്കഴിഞ്ഞാൽ അത്രയും പോപ്പുലേഷൻ വരും, ഒബ്വിയസ്ലി അത്രയും ഡിമാൻഡ് വരും. സോ ഒബ്വിയസ്ലി അത്രയും വാട്ടർ സപ്ലൈ സ്കീം അത്രയും വലുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ വാട്ടർ ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ നോക്കി. ഇനി നമുക്ക് വാട്ടർ ഡിമാൻഡ് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോപ്പുലേഷൻ, വാട്ടർ ഡിമാൻഡ്, ഡിസൈൻ പീരീഡ് ഓരോ ഫാക്ടറിനെ 1 by 1 കാണാൻ പോകും. ഇപ്പോൾ വാട്ടർ ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. ഇനി അഗെയിൻ നേരത്തെ പറഞ്ഞ വാട്ടർ ഡിമാൻഡ് എന്താണ് ഞാൻ പറഞ്ഞത്? വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടുന്ന ലിറ്റർ ഓഫ് വെള്ളം എത്ര, ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അതിനാണെന്ത് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് നിങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട കമ്മ്യൂണിറ്റി എന്ന് വെച്ചു. ഞാൻ എന്ത് ചെയ്യും, വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പ്ലാന്റ് പണിയുന്നതിന് 1 വർഷക്കാലം എന്ത് ചെയ്യും, ഞാനിവിടെ ഒരു മീറ്ററും ഘടിപ്പിച്ചിട്ട് നോക്കി നിൽക്കും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ എത്ര വെള്ളം കൊടുത്തു എന്ന്. ആ 1 വർഷം നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ മീറ്ററിൽ എന്ത് കാണും, 1 വർഷം കൊണ്ട് മൊത്തം ഈ കമ്മ്യൂണിറ്റിയിൽ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കിട്ടി. ഞാനത് V എന്ന് പറയുക. അപ്പോൾ ആ അളവ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ആ 1 വർഷം മൊത്തം കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കിട്ടി ഡിവൈഡഡ് ബൈ
365 ചെയ്താൽ എന്ത് കിട്ടും? ഒരു ദിവസം ഓൺ ആൻഡ് ആവറേജ് നിങ്ങൾ എത്ര വെള്ളം കമ്മ്യൂണിറ്റിയിൽ കൊടുത്തു? ഇതിനെ വീണ്ടും പോപ്പുലേഷൻ കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്താലോ? ഒരു ദിവസം ഒരാൾക്ക് ഓൺ ആൻഡ് ആവറേജ് എത്ര വെള്ളം കൊടുത്തു എന്ന് കിട്ടി. അതല്ലേ LPCD, വാട്ടർ ഡിമാൻഡ്, ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. സോ V/365 ഇൻറ്റു P, അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു പോപ്പുലേഷൻ ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് വാട്ടർ ഡിമാൻഡ് കിട്ടും. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമിന് ഈവൻ ഇതുപോലും കളയാതെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷൻ പിക്ക് ചെയ്യാൻ എന്തോ ആയിരുന്നു, വാട്ടർ ഡിമാൻഡ് എത്രയാണ് എന്ന് ചോദിച്ചിട്ട് പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. V/365, V/365 ഇൻറ്റു P, V/365 ന്യൂമറേറ്ററിൽ ഇൻറ്റു P, അങ്ങനെയൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ കമ്മ്യൂണിറ്റിയിൽ കൊടുത്ത വെള്ളം ഒരു വർഷം ഡിവൈഡഡ് ബൈ 365 ചെല്ലുമ്പോൾ ഒരു ദിവസത്തെ വെള്ളമായി, പോപ്പുലേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യന് കൊടുത്ത വെള്ളമായി. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു IS കോഡ്. അതായത് നമ്മളിപ്പം റഫായിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന് എത്രയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത് LPCDയിലാണ് നമ്മൾ പറയുന്നത്. കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു. ചില സമയത്ത് ചില കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു വർഷം വെയിറ്റ് ചെയ്ത് ഇത്രയും അനാലിസിസ് അല്ലെങ്കിൽ സർവേ ചെയ്തെടുക്കാൻ ആ ഒരു ടൈമോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ അവിടെ ഇത് നോർമലി കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വെള്ളം എത്തിക്കുന്ന കമ്മ്യൂണിറ്റിയിലല്ലേ ഇങ്ങനെ അളക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ടൗണിലേക്ക് ഒരു വാട്ടർ സപ്ലൈ വെള്ളം എത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ അളവുകളൊന്നും എടുക്കുന്ന പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു IS കോഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് IS 1172/1993. ഈ പറയുന്ന ഇന്ത്യൻ ഓൺ ആൻ ആവറേജ് ഇന്ത്യൻ കണ്ടീഷനിൽ എന്തായിരിക്കണം വെള്ളത്തിൻ്റെ, ഓരോ ടൈപ്പ് ഓഫ് പർപ്പസിനും എന്തായിരിക്കണം വെള്ളത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്ന കോഡാണ് IS 1172/1993. ആ കോഡ് പ്രകാരം പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഒന്ന് വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റവും വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റവും. വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം അതിനെ നമ്മൾ പറയുന്നത് LIG അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ്. HIGക്ക് പറയുന്നത് ഹൈ ഇൻകം ഗ്രൂപ്പ്. പേരിനകത്ത് തന്നെ ഉണ്ട്, ഓർക്കാനോ അല്ലോ മനസ്സിലാക്കാനോ പാടൊന്നുമില്ല. ഹൈ ഇൻകം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. ലോ ഇൻകം ഗ്രൂപ്പ് കമ്പാരിറ്റീവ്ലി ലെസ്സർ എമൗണ്ട് ഓഫ് വരുമാനമുള്ളവരുടെ ഗ്രൂപ്പ്. ഇനി ഹൈ ഇൻകം ആണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ടെക്നോളജിക്കലായിട്ടുള്ള യൂസസ് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റംസ് എല്ലാം കുറച്ചുകൂടെ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റവും. അപ്പം വെള്ളത്തിൻ്റെ ഉപയോഗം എന്തായിരിക്കും? ഏറ്റവും സിമ്പിൾ ഉദാഹരണം, ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ടാപ്പ് ആയിരിക്കും വീട്ടിലുള്ളത്. ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിലോ ഷവർ കാണും. നിങ്ങൾക്ക് തന്നെ അറിയാം, ടാപ്പിലൂടെ വെള്ളം ഉപയോഗിക്കുമ്പോഴാണോ ഷവറിലൂടെ വെള്ളം ഉപയോഗിക്കുമ്പോഴാണോ കൂടുതൽ വെള്ളം നഷ്ടമാവുന്നത് അല്ലെങ്കിൽ വേസ്റ്റായി പോകുന്നത്? നിങ്ങൾ കുളിക്കാൻ നേരം ഷവർ ഓൺ ചെയ്താൽ വെള്ളം വീണുകൊണ്ടേയിരിക്കും. കുറേ വെള്ളം നമുക്ക് യൂസ് ആവും, കുറേ വെള്ളം വേസ്റ്റ്. അതേസമയം ടാപ്പിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ടാപ്പ് തുറക്കും, ബക്കറ്റ് നിറയ്ക്കും, ടാപ്പ് അടയ്ക്കും, മഗ് വെച്ച് ബാത്ത് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? തീരുന്നതിനനുസരിച്ച് വീണ്ടും ടാപ്പ് തുറന്നെടുക്കും. അപ്പോൾ കമ്പയറിറ്റിൽ വെള്ളത്തിൻ്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ ടാപ്പുള്ള സ്ഥലം ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷവർ ഉള്ള സ്ഥലം എന്ന് പറയാം ഹൈ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയാം. ജസ്റ്റ് ഓർക്കാൻ. അപ്പോൾ വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റവും എന്ന് പറഞ്ഞാൽ ലോ ഇൻകം ഗ്രൂപ്പും, വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈ ഇൻകം ഗ്രൂപ്പ്. ഈ വാല്യൂസ് എല്ലാവരും ഓർത്തിരിക്കണം. നോർമലി ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇത്രയും ആവശ്യകതയുള്ളത്: ഡൊമസ്റ്റിക്, ഗാർഹിക ഉപയോഗം; ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ കടകളുടെ ആവശ്യം; ഇൻഡസ്ട്രി മീൻസ് ഫാക്ടറീസ്, അങ്ങനെയുള്ളതിനുള്ള ആവശ്യകത; പബ്ലിക് യൂസ്, പബ്ലിക് ഗാർഡൻ കഴുകുക, റോഡുകൾ കഴുകാൻ, അങ്ങനെയുള്ള ആവശ്യകത. പിന്നെ ലോസസ് ആൻഡ് തെഫ്റ്റ്. ആക്ച്വലി ലോസസ് ആൻഡ് തെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ് അല്ല. പക്ഷേ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ് നിറവേറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങളുടെ ടാപ്പിങ്ങിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ജലം മോഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പൊട്ടി ലീക്കുകളായിട്ട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ഡിസൈനിൽ അതും കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് മേ ബി 100 ലിറ്റർ വെള്ളമായിരിക്കും വേണ്ടത്. നിങ്ങൾ കറക്റ്റ് 100 ലിറ്റർ വെള്ളം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് പൊട്ടി ഒരു 20 ലിറ്റർ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ 100 ലിറ്റർ കിട്ടത്തില്ല, 80 ലിറ്ററേ കിട്ടും. ഒബ്വിയസ്ലി അവിടെ ഒരു ഷോർട്ടേജ് വരും. അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് 100 ലിറ്റർ മതിയെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കും? നിങ്ങൾക്ക് ലോസ് 20 ലിറ്റർ ഉണ്ടെന്നറിയാമെങ്കിൽ നിങ്ങൾ 120 ലിറ്റർ സപ്ലൈ ചെയ്യും. സോ ദാറ്റ് 20 ലിറ്റർ നഷ്ടപ്പെട്ടിട്ട് 100 ലിറ്റർ എവിടെ കിട്ടും? കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ്. 135. ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് എത്ര ആയിരിക്കും? 135. ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ വാല്യൂ എത്ര? 200 LPCD. അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് ഓൺ ആൻ ആവറേജ് എത്ര വേണം ഡിമാൻഡ് എന്ന് പറയുന്നത്? 135 LPCD മതി. ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഒബ്വിയസ്ലി ടാപ്പും ഷവറും ആലോചിച്ചാൽ മതി, കൂടുതൽ അവിടെ വരും.
നിങ്ങളുടെ ഹൈ ഇൻകം ഗ്രൂപ്പിൽ വരും. അത് എടുക്കേണ്ടത് എത്രയാണ്? 200. ബാക്കിയൊന്നും അധികം മേജർ വ്യത്യാസം വരത്തില്ല. ഇൻഡസ്ട്രി, കൊമേഴ്ഷ്യൽ അത് ലോ ഇൻകം ഗ്രൂപ്പിലായിരിക്കും, ഹൈ ഇൻകം ഗ്രൂപ്പായിരിക്കും. കാരണം ഒബ്വിയസ്ലി ഡൊമസ്റ്റിക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ രണ്ടിനും എത്ര ഓൺ ആൻ ആവറേജ്? 70 LPCD. പബ്ലിക് യൂസിന് രണ്ടും 10 LPCD. ലോസസ് ആൻഡ് തെഫ്റ്റ് രണ്ടും എത്ര? 55 LPCD. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ലോ ഇൻകം ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 270 LPCDയും ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 335 LPCDയും. ഈ വ്യത്യാസം ഇവർ തമ്മിൽ വന്നത് ഡൊമസ്റ്റിക് ഇതിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ്. സോ ഈ വാല്യൂ എല്ലാം ഇമ്പോർട്ടൻ്റ്, എല്ലാം പഠിച്ചു വെക്കണം. മെയിനായിട്ട് ടോട്ടൽ ഡിമാൻഡ് ഓഫ് ലോ ഇൻകം ഗ്രൂപ്പാണ് നോർമലി ചോദിക്കുന്നത്, 270 LPCD. ടോട്ടൽ ഡിമാൻഡ് ഓഫ് ഹൈ ഇൻകം ഗ്രൂപ്പ് ചോദിച്ചാൽ 335 LPCD. അതിൻ്റെ ബൈഫർക്കേഷനും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം സെയിം, ഡൊമസ്റ്റിക്കിൻ്റെ മാത്രം വ്യത്യാസം. ഇത് കൂടാതെ ഇത് വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. നോർമലി ഡൊമസ്റ്റിക് ഡിമാൻഡ് ടോട്ടൽ ഡിമാൻഡിൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിക്കും. ഇവിടെ ടോട്ടൽ ഡിമാൻഡ് 270 ഡൊമസ്റ്റിക് ഡിമാൻഡ് എത്ര? 135. അതായത് 135 എന്ന് പറയുമ്പോൾ 270ൻ്റെ പകുതിയല്ലേ. സോ എത്ര ആയിരിക്കും? ടോട്ടൽ ഡിമാൻഡിൻ്റെ ഓൾമോസ്റ്റ് 50 മുതൽ 60% എന്ത്? ഡൊമസ്റ്റിക് ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ 70, അതായത് 70 140, 135ൻ്റെയും പകുതിയാണ്. ഇപ്പോൾ എത്ര ആയിരിക്കും ടോട്ടൽ ഡിമാൻഡിൻ്റെ? ഒരു 20 മുതൽ 25% ഓഫ് ടോട്ടൽ ഡിമാൻഡ് ആയിരിക്കും ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. പബ്ലിക് യൂസസിന് 5%. ലോസസ് ആൻഡ് തെഫ്റ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നത് 15 മുതൽ 20% എന്ത്? നോർമലി പൊട്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് പരിഗണിക്കുന്നത്. സോ അതും നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിടുക. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടേബിൾ ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നോർമലി വാല്യൂസ് ചോദിക്കാറുണ്ട് പല എക്സാമിനും. ഹൈ ഇൻകം ആണോ ലോ ഇൻകം ആണോ എന്ന് ഓർക്കുക. ഇത് കോഡിനകത്തുനിന്നുള്ള മേജർ കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞേക്കുന്നേ ഉള്ളൂ ഷോർട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലെ നോർമലി നിങ്ങളൊരു വീടോ അല്ലെങ്കിൽ നിങ്ങളൊരു ടൗണോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഗാർഹിക ഉപയോഗം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്, ഇൻഡസ്ട്രികളിൽ കാണും അല്ലെങ്കിൽ കടകളിലേക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്, പബ്ലിക് നിങ്ങളുടെ റോഡ് കഴുകാൻ അല്ലെങ്കിൽ നോർമലായി പബ്ലിക്കായിട്ടുള്ള ഗാർഡന് ആവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ തെഫ്റ്റ്. ഇത് 4. ഇതല്ലാതെ ശരിക്കും ഒന്നുകൂടെ ഉണ്ട്, വിച്ച് ഈസ് നിങ്ങൾക്കറിയാം നോർമലി നിങ്ങളുടെ ടൗണിൽ ഒരു തീ അല്ലെങ്കിൽ ഫയർ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഓട്ടോമാറ്റിക്കലി ഫയർ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് വെള്ളം ഒഴിച്ച് തീ അണയ്ക്കും. നോർമലി വെള്ളം തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിനും എന്ത് ചെയ്യണം? അതിനും വെള്ളം ഉപയോഗിക്കുമല്ലേ, ആ വെള്ളവും ആര് കൊടുക്കണം? ബേസിക്കലി ഫ്രം അത് സപ്ലൈ ചെയ്യുന്നതും ഈ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ഇതായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒന്നിലും എന്ത് വന്നിട്ടില്ല? ഫയർ ഡിമാൻഡ് വന്നിട്ടില്ല. അതായത് ഒരു തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ ആവശ്യകത അത് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല എന്നുകൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. നമ്മൾ അതിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിയേണ്ടത്, ഞാൻ പറഞ്ഞു ഡൊമസ്റ്റിക് നീഡ്സിൽ 135, ഹൈ ഇൻകം ഗ്രൂപ്പിൽ ലോ ഇൻകം ഗ്രൂപ്പിൽ 135, ഹൈ ഇൻകം ഗ്രൂപ്പിൽ 200 എന്ന് പറഞ്ഞു. ആക്ച്വലി ഇതിനൊരു ബൈഫർക്കേഷൻ ഉണ്ട്. നിങ്ങൾ CPHEO മാനുവൽ എടുത്ത് നോക്കിയാൽ ഈ 135 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് കിച്ചണിൽ യൂസ് ചെയ്യുന്നത് 10 LPCD, ഡ്രിങ്കിങ് പർപ്പസിന് 5 LPCD, ബാത്തിങ്ങിന് 45 LPCD. ഇങ്ങനെ പറഞ്ഞ് വാല്യൂകൾ കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? ആക്ച്വലി 135 LPCD വരുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് എക്സാമിന് അത് ബൈഫർക്കേഷൻ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമാവുന്നത് എന്തിന്? അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ബാത്തിങ്ങിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ റീസൺ, നിങ്ങളുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ ഏറ്റവും കൂടുതൽ വെള്ളം ചിലവാകുന്നത് ഏതിനാണ്? ബാത്തിങ്ങിനാണ്. അത് ലോ ഇൻകം ഗ്രൂപ്പിലാണെങ്കിൽ 55 LPCDയും ഹൈ ഇൻകം ഗ്രൂപ്പിലാണെങ്കിൽ 75 LPCDയും. ഇത് ഒന്ന് ഓർത്തിരിക്കുക. ഇത് അധികം ചോദ്യം കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ അറിയാം. അപ്പോൾ ആ 135 ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ 135 55 ലിറ്റർ പെർ LPCD എങ്ങോട്ടാണ് പോകുന്നത്? ബാത്തിങ്ങിനാണ്. ബാക്കി 55 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ഡ്രിങ്കിങ്, വാഷിംഗ് യൂട്ടൻസിൽസ്, സ്മോൾ ഗാർഡനിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വാല്യൂ രണ്ടും ഓർത്തിരിക്കും. ഡൊമസ്റ്റിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതാ. രണ്ടാമതുള്ളത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രി, ഏതൊരു കമ്മ്യൂണിറ്റി എടുത്താലും ആ കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ ഡിമാൻഡ് എവിടെ അല്ലെങ്കിൽ കൂടുമോ കുറയോ അല്ലെങ്കിൽ ഒരു മേജർ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. കാരണം ഇൻഡസ്ട്രി ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ കുറച്ച് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ ഇൻഡസ്ട്രി ഇല്ല, അപ്പോൾ അത്രയും വെള്ളം അവിടെ ഇല്ല. അതേസമയം ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ
അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ഹൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ആവശ്യകതയിൽ. ഫോർ എക്സാമ്പിൾ പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പേപ്പറിനെ വെള്ളത്തിലിട്ട് പൾപ്പാക്കി വേണം നിങ്ങൾ പുതിയ പേപ്പർ ജനറേറ്റ്, അല്ലെങ്കിൽ ബാമ്പുവിനെ പൾപ്പാക്കി വേണം പേപ്പർ ഉണ്ടാക്കാൻ. സോ അവിടെ വെള്ളത്തിൻ്റെ ആവശ്യകത ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ ഒരു ഇൻഡസ്ട്രി ഉള്ള സ്ഥലത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പൊതുവേ മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ ആവശ്യകത തന്നെ എന്ത് ചെയ്യും, കൂടും. അല്ലെങ്കിൽ അതില്ലാത്തൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യകത കുറവായിരിക്കും. ഇനി ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. പേപ്പർ ഇൻഡസ്ട്രി ഉണ്ട്, സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്, തെർമൽ ഇൻഡസ്ട്രി ഉണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്, ഇഷ്ടം പോലെ തരത്തിലുള്ള ഇൻഡസ്ട്രി ഉണ്ട്. അതിനകത്ത് ആക്ച്വലി ഏറ്റവും കൂടുതൽ വെള്ളം കൺസ്യൂം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഏത്? പേപ്പർ ഇൻഡസ്ട്രിയാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉള്ളതും പേപ്പർ ഇൻഡസ്ട്രിയാണ്. അതായത് വളരെ കുറച്ച് ഒരു 10 ടൺ അല്ലെങ്കിൽ 10 LPCD അല്ലെങ്കിൽ 10 ടൺ പെർ ലിറ്റർ പെർ ഡേ വെള്ളം വേണ്ടുന്ന ഒരു ഇൻഡസ്ട്രി മുതൽ 400 LPCD അല്ലെങ്കിൽ 400 ടൺ ലിറ്റർ വെള്ളം വേണ്ടുന്ന ഇൻഡസ്ട്രി വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇത്രയും ചെറിയ ആവശ്യകത ഉള്ള ഇൻഡസ്ട്രി മുതൽ ഇത്രയും വലിയ വെള്ളത്തിൻ്റെ ആവശ്യകത വരുന്ന ഇൻഡസ്ട്രി വരെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, നൗ ബാക്ക് ടു നമ്മുടെ അടുത്ത ഡിമാൻഡ്, ഫയർ ഡിമാൻഡ്. നമ്മൾ പറഞ്ഞു ഫയർ ഡിമാൻഡ് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് എക്സ്ട്രാ ഒന്ന് നോക്കണം. ഫയർ ഡിമാൻഡ് ടോട്ടൽ ഡിമാൻഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു 5 മുതൽ 10% വരത്തക്ക രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 5 മുതൽ 10%. ഇനി ഫയർ ഡിമാൻഡ് നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് വാല്യൂ കോഡിലൊന്നും പറയുന്നില്ല. അത് ആക്ച്വലി എംപരിക്കലി കണ്ടുപിടിക്കണം. പല ശാസ്ത്രജ്ഞന്മാരും പല സ്ഥലങ്ങളിൽ കുറച്ച് എംപരിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് നോർമലി ഫയർ ഡിമാൻഡ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ അവർ തരും, പോപ്പുലേഷൻ തരും, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്ര പോപ്പുലേഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ഫയർ ഡിമാൻഡ് എത്ര എന്ന് ചോദിക്കും. സോ അതിൻ്റെ വാല്യൂസ് ഒരു എംപരിക്കൽ ഫോർമുല എന്ന് പറയുന്ന കുച്ച്ലിംഗ് ഫോർമുല, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം കമ്പാരിറ്റീവ്ലി ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു ഇക്വേഷനാണ്. ഡിസ്ചാർജ് Q = 3182√P. ഇപ്പോൾ P ഒരു സിമ്പിളായിട്ട് റൂട്ട് എടുക്കാൻ പറ്റുന്ന വാല്യൂ വരത്തക്ക രീതിയിൽ തന്നാൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ അപ്പോഴേ ചെയ്ത് ഉത്തരം എടുക്കാൻ പറ്റുന്ന രീതിയിൽ തരും. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ചോദിക്കാം. കുച്ച്ലിംഗ് ഫോർമുല ഡിസ്ചാർജ് = 3182√P. എപ്പോഴും ശ്രദ്ധിക്കുക, P എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. അതായത് ഒരു കേസിൽ എക്സാമിന് തരുവാണ്, ദ പോപ്പുലേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് 5 lakh, ലാക്ക് വരുമ്പോൾ 5 5 lakh ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഫയർ ഡിമാൻഡ് എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പോപ്പുലേഷൻ 1000 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഇപ്പം എന്ത് വരും? 500. അതുകൊണ്ട് അതാണ് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്. ഈ സാധനം വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷനിൽ കൊണ്ടിടാൻ. അല്ലാതെ 5 ലക്ഷം എന്ന് പറയുമ്പോൾ 5 ലക്ഷം √5 ലക്ഷം എന്ന് ഇടരുത്. ആ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 1000, 500. അപ്പോൾ √500 വേണം എടുക്കാൻ. ഇപ്പോൾ 3182 √500 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ആ വാല്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. ലിറ്റർ പെർ മിനിറ്റ്, അത് ശ്രദ്ധിക്കുക. P പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്, ഡിസ്ചാർജ് എന്തിലായിരിക്കും? ലിറ്റർ പെർ മിനിറ്റിലായിരിക്കും. അതാണ് ആദ്യത്തെ ഫോർമുല ഓർത്തിരിക്കേണ്ടത്, കുച്ച്ലിംഗ് ഫോർമുല. അതങ്ങനെ ഓർത്ത് വെക്കുക, ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കത്തേ ഉള്ളൂ. രണ്ടാമത്തുള്ളത് ഫ്രീമാൻ. ഡിസ്ചാർജ് = 1136 P/5 + 10. ഇതിനകത്തും P പോപ്പുലേഷൻ തൗസൻഡ്സ്, ഡിസ്ചാർജ് ഇൻ ലിറ്റർ പെർ മിനിറ്റ് തന്നെ. ഇത് പരീക്ഷയ്ക്ക് കമ്പാരിറ്റീവ്ലി ചോദിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇക്വേഷൻ ഒന്ന് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ ഇക്വേഷൻ നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർ റൈറ്റേഴ്സ് ഫോർമുല. അതിൻ്റെ ഫോർമുല 4637√P 1 - 0.01√P. ഇവിടെയും P എല്ലാം സെയിമാ, പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്, ഒരു മാറ്റവും ഇല്ല, ഡിസ്ചാർജ് ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഇതുവരെ പറഞ്ഞ എല്ലാ കേസിലും സെയിം തന്നെ. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ ഇക്വേഷൻസ് പിക്ക് ചെയ്യാൻ പല എക്സാംസിനും ചോദിച്ച് കാണുന്നുണ്ട്. സോ മേ ബി അവർ 2-3-4 രീതി ഇക്വേഷൻ തന്നാൽ അത് ചൂസ് ചെയ്യണമെങ്കിൽ അറിഞ്ഞാലേ പറ്റൂ. ആൻഡ് ലാസ്റ്റ് ബസ്റ്റൺസ് ഫോർമുല. ഇതും കുച്ച്ലിംഗ് ഫോർമുലയും ബസ്റ്റൺസ് ഫോർമുലയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം. ഡിസ്ചാർജ് = 5663√P. എഗെയിൻ ഇവിടെ P പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്, ഡിസ്ചാർജ് ലിറ്റർ പെർ മിനിറ്റ്. ഇത് നോക്കിയേ, പോപ്പുലേഷൻ ഏതെങ്കിലും റൂട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ അവർ തരുന്നത് 25,000 ആയിരിക്കും. 25,000 കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് എത്ര എന്ന് ചോദിച്ചാൽ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും നിങ്ങൾ. അപ്പോൾ 25 വരും. √25 5 ആണ്. അപ്പോൾ ഡിസ്ചാർജ് 5663 × 5.
എന്താണോ ഈ വാല്യൂ വരുന്നത് അതാണ് ഡിസ്ചാർജ് ഇൻ ലിറ്റർ പെർ മിനിറ്റ്. അങ്ങനെ ചോദിക്കാം. സോ കമ്പാരറ്റീവ്ലി ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ബെസ്സൻസ് ഫോർമുലയും കുച്ച്ലിംഗ് ഫോർമുലയാണ്. ഇക്വേഷൻ അല്ലാതെ അറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാം ഒരു നല്ലൊരു എക്സാം ഫോക്കസ് ചെയ്യുന്നവർ ഇക്വേഷൻ അറിഞ്ഞ് തന്നെ പോകുമല്ല. ഓക്കെ, ഇനി ഇതാണ് നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. ഇത് കൂടാതെ നിങ്ങൾ തീ അണയ്ക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നോർമലി സംഭവിക്കുന്നത് ഇതുപോലൊരു ബിൽഡിങ്ങിനാണ് തീ പിടിച്ചതെന്ന് വെച്ചോ. ഇതൊരു ബിൽഡിംഗ്, ഇതൊരു ബിൽഡിംഗ്, ഇതൊരു ബിൽഡിംഗ്. അത് നോർമലി ഈ ബിൽഡിങ്ങിനാണ് തീ പിടിച്ചതെന്ന് വെച്ചോ. തീ കത്തുന്നു. ഇപ്പം നോർമലി ഫയർഫോഴ്സുകാർ എന്ത് ചെയ്യും? ഫയർഫോഴ്സുകാർ വരും. ഫയർഫോഴ്സുകാർ വന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? വെള്ളം ചീറ്റി അടിക്കും ഈ ബിൽഡിങ്ങിലോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിലേക്കും എന്ത് ചെയ്യും? ഒരു വെള്ളം ഇങ്ങനെ ചീറ്റുന്നതായിട്ട് കാണാം. അതായത് നോർമലി 3 സ്ട്രീം ഓഫ് വെള്ളം കാണും. 3 സ്ട്രീം ഓഫ് ജെറ്റ്സ്. ഒന്ന് ഇതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്, 2 അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്, 3. ഇതിനകത്ത് ഈ ആദ്യത്തെ ഈ നടുക്കുള്ള ഇത് ഒഴിക്കുന്നത് ഈ തീ പിടിച്ച ബിൽഡിങ്ങിലെ തീ അണയ്ക്കാനാണെങ്കിൽ, ഇപ്പം നോർമലി ഇതിനകത്ത് മാത്രം അടിക്കുമ്പോൾ തീ അണയും. അപ്പം തീ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഇവിടുന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് തീ പിടിക്കാൻ ശ്രമിക്കും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അടുത്തുള്ള അഡ്ജസ്റ്റന്റ് ബിൽഡിങ്ങിലും കൂടി വെള്ളം ഒഴിക്കുന്നു. ഇപ്പം നോർമലി നിങ്ങൾ ജെറ്റ് ഓഫ് വെള്ളം കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 3 സ്ട്രീം കാണും. ഇനി ഇതിനകത്ത് ഈ വെള്ളം വരുന്ന ആ ഒരു മിനിമം പ്രഷർ എത്ര വേണമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി 1 to 1.5 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ പ്രഷർ എന്ത് വേണം? ഈ വരുന്ന ഈ ജെറ്റ് ഓഫ് വാട്ടറിന് അത്രയെങ്കിലും കാണണം. കാരണം അത്രയും ശക്തിയിൽ വന്ന് അടിക്കുമ്പോഴാണ് തീ എന്ത് ചെയ്യുന്നത്? അണഞ്ഞ് പോകുന്നത്. അതുപോലെ വെള്ളം അല്ലെങ്കിൽ ഈ ഒരു വെള്ളം സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫയർ സ്റ്റേഷൻകാർ വന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി നിങ്ങളൊരു സജ്ജീകരണം ചെയ്തു വെക്കും ഇതേപോലെ ഉള്ളത്. അതിന് പറയുന്നത് ഫയർ ഹൈഡ്രൻ്റ് എന്ന് പറയും. നോർമലി ഇതിൻ്റെ പ്രഷർ പറഞ്ഞു. ഇതിനകത്തുനിന്ന് വരുന്ന ആ ഒരു ഡിസ്ചാർജ് ഏത് റേറ്റിൽ ഇവിടുന്ന് വെള്ളം ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞാൽ 1100 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് അതിൻ്റെ നോർമലി സജസ്റ്റ് ചെയ്യുന്ന ഡിസ്ചാർജ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫയർ ഡിമാൻഡിനെ പറ്റി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കുച്ച്ലിംഗ് ഫോർമുല, ബെസ്സൻ ഫോർമുല, ഫ്രീമാൻസ് ഫോർമുല, അങ്ങനെ കുറച്ച് അധികം എംപെരിക്കൽ ഫോർമുലയുണ്ട്. എംപെരിക്കൽ ഫോർമുല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂസ് ഇക്വേഷൻസിനകത്തുള്ള യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പി പോപ്പുലേഷൻ ലിറ്ററും ഡിസ്ചാർജ് ലിറ്റർ പെർ മിനിറ്റുമാണ്. അതിനുശേഷം ഈ ഡിസ്ചാർജ് ഈ വെള്ളം 3 സ്ട്രീമിൽ ഒഴിക്കും. ഓരോന്നിൻ്റെയും പ്രഷർ 1 to 1.5 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 1100 ലിറ്റർ പെർ മിനിറ്റ് വെള്ളം വരത്തക്ക രീതിയിൽ വേണം അതിൻ്റെ ഡിസ്ചാർജ് വരാനായിട്ട്. അതിനുപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഫയർ ഹൈഡ്രൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇത്രയാകുമ്പോൾ നിങ്ങളുടെ ഫയർ ഡിമാൻഡിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇപ്പോൾ ബേസിക്കലി ഇതുവരെ നിങ്ങൾ ഓരോ കേസിലും വേണ്ടുന്ന ഡിമാൻഡുകളും എല്ലാം ഓൾമോസ്റ്റ് കണ്ടു. ഇനി ഈ ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഏതൊക്കെയാണെന്ന് അറിയണം. ഇത് ജസ്റ്റ് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക മാത്രം ചെയ്താൽ മതി. സൈസ് ഓഫ് സിറ്റി എന്തായിരിക്കും? സിറ്റിയുടെ സൈസ് കൂടി, ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് പറയാം? ഡിമാൻഡ് ഒബ്വിയസ്ലി കൂടും. കാരണം സൈസ് കൂടി, പോപ്പുലേഷൻ കൂടി, അല്ലെങ്കിൽ പബ്ലിക് യൂസിന് വേണ്ടുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടി. സോ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും. ക്ലൈമറ്റ് എന്തായിരിക്കും? ക്ലൈമറ്റ് ഹോട്ട് സീസൺസ് അല്ലെങ്കിൽ സമ്മർ സീസൺ. ഹോട്ട് സീസണിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഹോട്ട് വെതറിൽ എന്തായിരിക്കും ഡിമാൻഡ്? ഹോട്ട് വെതറിൽ ഡിമാൻഡ് എന്തായിരിക്കും? പൊതുവെ കൂടുതലായിരിക്കും. അതേസമയം വിൻ്റർ സീസൺ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ള കൂളർ ടൈമിൽ എന്തായിരിക്കും? നിങ്ങളുടെ ഡിമാൻഡ് കുറവായിരിക്കും. ക്വാളിറ്റി ഓഫ് വാട്ടർ, നിങ്ങളുടെ വെള്ളം ഹൈ ക്വാളിറ്റി ഉള്ള വെള്ളം തരിക. ഹൈ ക്വാളിറ്റി ഉള്ള വെള്ളം തന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? പൊതുവെ ഒബ്വിയസ്ലി നല്ല വെള്ളം തന്നാൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും ആ വെള്ളം ഉപയോഗിക്കും. സോ ഡിമാൻഡ് കൂടും. അത് നല്ല ഉദാഹരണമുണ്ട്. നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ കിണറ്റിലോ മറ്റോ വെള്ളം മഴ സമയത്ത് കലക്കലുള്ള വെള്ളം കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പൊതുവെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ച് വെള്ളമായിരിക്കും നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പം ക്വാളിറ്റി ഓഫ് വെള്ളം കൂടിയാൽ ഡിമാൻഡും കൂടും, ക്വാളിറ്റി കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. നെക്സ്റ്റ് പോളിസി ഓഫ് മീറ്ററിങ്. നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഒരു മീറ്ററൊക്കെ വെച്ചിട്ട് എത്ര വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കണക്കാക്കി അതിനൊരു ബില്ലൂടെ അടിച്ച് തരിക. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഉപയോഗം എന്ത് ചെയ്യും? ആവശ്യമുള്ളതിന് മാത്രമേ ഉപയോഗിക്കൂ. സോ ഡിമാൻഡ് എന്ത് ചെയ്യും?
കുറയും. നിങ്ങൾ മീറ്ററിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് വാട്ടർ ഒക്കെ വെക്കുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ദെൻ ഹാബിറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് വാട്ടർ, ഇത് നമ്മൾ പറഞ്ഞു. ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഡിമാൻഡ് എന്ത് കൂടുതലാണ്, ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഡിമാൻഡ് കുറവാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, ഇൻഡസ്ട്രീസ് വരുവാണെങ്കിലോ ഉറപ്പായിട്ടും ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് സപ്ലൈ, കണ്ടിന്യൂസ് സപ്ലൈ സിസ്റ്റം, ഇന്റർമിറ്റൻറ്റ് സപ്ലൈ സിസ്റ്റം. കണ്ടിന്യൂസ്, അതായത് വെള്ളം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന രണ്ട് രീതിയുണ്ട്. കണ്ടിന്യൂസ് സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 24/7 ത്രൂ ഔട്ട് ഇയർ എന്ത് ചെയ്യും? വെള്ളം കൊടുക്കും. ഇന്റർമിറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വീക്കിലി ട്വൈസ് അല്ലെ വൺസ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലായിരിക്കും. ഈ കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇന്റർമിറ്റൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഡിമാൻഡ് കുറവായിരിക്കും. ഇനി ഇന്റർമിറ്റൻ്റ് ആയാൽ വേറൊരു പ്രശ്നം, വെള്ളം കൊടുക്കാത്ത കുറച്ച് സമയമുണ്ട്. ആ സമയം ഈ പൈപ്പും അല്ലെങ്കിൽ ആ കൺവേ ചെയ്യുന്ന മീഡിയം എന്തായിരിക്കും? വെള്ളം ഇല്ലാതെ കുറേ സമയം കിടക്കുമായിരിക്കും. വെള്ളം ഇല്ലാതെ കിടക്കുമ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും രീതിയിലുള്ള കണ്ടാമിനേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ വെള്ളമില്ലാതെ കിടക്കുന്ന ഏത് സിസ്റ്റത്തിലാണ്? ഇന്റർമിറ്റൻറ്റ് സിസ്റ്റത്തിൽ. സോ ഒബ്വിയസ്ലി അതുകൊണ്ട് എന്തായിരിക്കും? അവിടെ ഡിമാൻഡും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് വലിയ പാടുള്ള കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് റിലേറ്റ് ചെയ്ത് തന്നെ ആലോചിച്ച് വെക്കാനുള്ളത്, കാണാൻ പഠിക്കേണ്ട യാതൊരു ആവശ്യവും. അതാണ് അതിൻ്റെ ഒരു ഫാക്ടേഴ്സ്, ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ ഒരു പോർഷൻ. ഇനി നമുക്ക് കാണാനുള്ളത് വേരിയേഷൻസ്. നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ ആവശ്യകതയുടെ വേരിയേഷൻ. നിങ്ങൾ തന്നെ വീടുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? നിങ്ങൾ മോർണിംഗ് ടൈമിൽ നിങ്ങൾ ഉണർന്ന് ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു ടൈം, കാരണം എല്ലാവരും കുറച്ച് അറിയുപറിയിലായിരിക്കും. ആ ടൈമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൻ്റെ ആവശ്യകത വരുന്നത്. പിന്നീട് എന്ത് ചെയ്യും? ടുവേർഡ്സ് ഉച്ച എന്ത് ചെയ്യും? വെള്ളം പിന്നെയും വെള്ളത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും വൈകിട്ട് ഈവനിങ് ടൈം എല്ലാവരും വരുന്നു, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ വരുമ്പോൾ അന്നേരം എന്ത് ചെയ്യും? വീണ്ടും കൂടും. ഇപ്പോൾ ഒബ്വിയസ്ലി എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ മോർണിംഗിൽ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടി ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഡിമാൻഡ് ഹൈ ആവും. പിന്നെയും കുറഞ്ഞ് വന്ന് ഒരു വൈകിട്ട് 5:30 6 മണിയാകുമ്പോൾ വീണ്ടും പീക്കാവും. പിന്നെ എന്ത് ചെയ്യും? എഗെയിൻ ഇത് കുറഞ്ഞ് എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇങ്ങനെയാണ് നോർമലി ഒരു കമ്മ്യൂണിറ്റിയുടെ വെള്ളത്തിൻ്റെ ആവശ്യകത നോർമലി വരുന്നത്. നമുക്ക് ഒരു സാധനവും ഇങ്ങനെ വേരി ചെയ്ത് കിടക്കുന്ന വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് വ്യത്യാസമുള്ള വാല്യൂ ഉള്ള ഒരു കാര്യത്തെ എന്ത് ചെയ്യും? ഒരു ആവറേജ് വാല്യൂ ആയിട്ട് മാറ്റും. സോ ഇങ്ങനെ വേരിയിങ് ഡിമാൻഡ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പകരമായിട്ട് ഒരു ആവറേജ് ഡിമാൻഡ് എടുക്കും. അതായത് ഒരു ദിവസം ഓൺ ആൻ ആവറേജ് എന്താണ് കമ്മ്യൂണിറ്റിയുടെ ആവശ്യകത, വെള്ളത്തിൻ്റെ ആവശ്യകത, അതിനെന്ത് പറയും? ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്, AADD എന്ന് പറയും. ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ബേസിക്കലി വെള്ളത്തിൻ്റെ ആവശ്യകതയിൽ ഫ്ലക്ച്വേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ഓൺ ആൻ ആവറേജ് എത്ര വെള്ളം വരും ആവശ്യമുണ്ട് എന്ന് ആക്കുന്ന രീതിക്ക് എന്ത് ചെയ്യും? ഒരു വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഈ വാല്യൂ ആണ് നിങ്ങൾ നേരത്തെ എന്ത് ചെയ്തത്? ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞായിരുന്നു. എന്തോ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലേക്ക് ഒരു മീറ്റർ വെച്ച് വെള്ളം കൊടുത്തോണ്ടേയിരുന്നു. അപ്പോൾ ആ ഒരു വർഷക്കാലം നിങ്ങൾ കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കിട്ടി V ഡിവൈഡഡ് ബൈ 365. നോക്കിയേ, ഒരു ദിവസം ഓൺ ആൻ ആവറേജ് നിങ്ങൾ എത്ര വെള്ളം കമ്മ്യൂണിറ്റിയിൽ കൊടുത്തു, അതല്ലേ V/365. V എന്ന് പറഞ്ഞാൽ ഒരു വർഷം മൊത്തം കൊടുത്ത വെള്ളം ഡിവൈഡഡ് ബൈ 365 എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഓൺ ആൻ ആവറേജ് കൊടുത്തു. ഇത് ഒരു വർഷത്തെ ആവറേജ് അല്ലേ എടുത്ത്, അതുകൊണ്ടാണ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇതിനെ നിങ്ങൾക്ക് V/365 മനസ്സിലാക്കാം. ഓക്കെ, ഇനി ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആവറേജ് ഡെയിലി ഡിമാൻഡ് V/365 ഇട്ടാൽ ഡയറക്റ്റ് കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിൽ LPCD ആന്ന് വെച്ചോ, ലിറ്റർ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? LPCD. ഇത് ഞാൻ പറഞ്ഞു എന്തായിരുന്നു ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ?
നമ്മൾ ഡിഫൈൻ ചെയ്തത് V/365 ഇൻറ്റു പി. ഈ സാധനത്തിൽ നിന്നും ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ത് ഇതല്ലേ? ഇതാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു പോപ്പുലേഷനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? ഇത് കിട്ടും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് ഇൻറ്റു പോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടാൻ ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ഇൻറ്റു പോപ്പുലേഷൻ. അല്ലെ തന്നെ നോക്കിയത് ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ, ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ടുന്ന വെള്ളം ഇൻറ്റു മനുഷ്യന്മാരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മനുഷ്യന്മാരും കട്ട് ചെയ്ത് ലിറ്റർ പെർ ഡേ ഒരു ദിവസം ആവശ്യമായ വെള്ളം കിട്ടും. സോ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡിനെ പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് എന്താ? ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഒരു ദിവസം ഓൺ ആൻ ആവറേജ് എത്ര വെള്ളം ഉപയോഗിക്കുന്നു. ഇനി ഞാൻ ഈ ഒരു വാല്യൂ ഭയങ്കര പ്രധാനപ്പെട്ട വാല്യൂ, ഇത് നിങ്ങൾക്ക് V/365 ചെയ്താൽ കിട്ടുമെന്ന് മനസ്സിലാക്കി. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഫ്ലക്ച്വേഷൻസിലെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു ടേം മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 365 ദിവസം ഉണ്ടായിരുന്നല്ലോ. ആ 365 ദിവസത്തിൽ എല്ലാ ദിവസവും ഓൺ ആൻ ആവറേജ് എത്ര വെള്ളം വേണമെന്നല്ലേ പറഞ്ഞത്. ഇനി എല്ലാ ദിവസവും വെള്ളത്തിൻ്റെ ആവശ്യകത ഒരുപോലാണോ? അല്ല, ചിലപ്പം ഹോട്ട് സീസണിൽ കൂടുതൽ വെള്ളം ആവശ്യം വരും, കോൾഡ് സീസണിൽ കുറച്ച് വെള്ളം ആവശ്യം വരും. ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് ചെയ്തപ്പം നമ്മൾ എല്ലാ ദിവസവും ആവറേജ് സെയിം വാല്യൂ കിട്ടുന്ന രീതിയിലാണ് പറഞ്ഞത്. ഈ 365 ദിവസത്തിൽ ഏതോ ഒരു ദിവസം ഭയങ്കരമായ വെള്ളം ഉപയോഗം വന്നല്ലോ. ആ ദിവസം അതാണല്ലോ മാക്സിമം വെള്ളം ഉപയോഗിച്ച ദിവസം, അല്ലെങ്കിൽ മാക്സിമം വെള്ളത്തിൻ്റെ ഡിമാൻഡ് വന്ന ദിവസം. ആ സാധനമാണ് മാക്സിമം ഡെയിലി ഡിമാൻഡ്. ഈ 365 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ഡിമാൻഡ് വന്ന ദിവസം, ആ ദിവസത്തിലെ ഡിമാൻഡ് അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. എങ്ങനെ അതാണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ സാധനത്തിൻ്റെ കൂടെ എന്തായാലും അതിലും കൂടിയിരിക്കുമല്ലോ, ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫാക്ടർ ഈസ് 1.8. ഇത് ഓർത്തിരിക്കണം, ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കിട്ടാൻ ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ ഇൻറ്റു പോപ്പുലേഷൻ. മാക്സിമം ഡെയിലി ഡിമാൻഡ് കിട്ടാൻ ഫാക്ടർ എന്ന് പറയുന്നത് 1.8. ഇപ്പോൾ 1.8 ആവറേജ് ഡെയിലി ഡിമാൻഡ് ചെയ്താൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് കിട്ടും. ഇനി കഴിഞ്ഞില്ല, അടുത്തത് മാക്സിമം അവർലി ഡിമാൻഡ്. ഈ മാക്സിമം അവർലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗ്രാഫ് വെച്ചിട്ട് ഒരു ദിവസം, അപ്പോൾ ഏറ്റവും മാക്സിമം വെള്ളം ഉപയോഗിച്ച ഒരു ദിവസം കിട്ടി. ഇനി നിങ്ങൾ ആലോചിച്ചേ, ഈ 365 ഓരോ ദിവസവും വെള്ളത്തിൻ്റെ ആവശ്യകത സെയിം ആണോ? അല്ല. ഞാൻ പറഞ്ഞു രാവിലെ മോർണിംഗിൽ കൂടി 8 മണിയാകുമ്പോൾ കൂടും, കുറഞ്ഞ് വീണ്ടും കൂടും 6 മണിയാകുമ്പം, ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വന്ന ഏതോ ഒരു മണിക്കൂറുണ്ട് അതിൻ്റെ ഇടയിൽ. ആ മണിക്കൂർ അതിനാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വന്ന ആ മണിക്കൂർ അതിനാണ് എന്ത് പറയുന്നത്? മാക്സിമം അവർലി ഡിമാൻഡ്. ഇനി ഈ ഒരു വർഷക്കാലത്ത്, അപ്പോൾ എല്ലാ ദിവസവും ആലോചിച്ചോണം, ഇങ്ങനെ മാക്സിമം വെള്ളം ഡിമാൻഡ് ആവശ്യമായിട്ട് വന്ന ഒരു മണിക്കൂറുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ ഏറ്റവും ഡിമാൻഡ് വന്ന ഏതോ ഒരു മണിക്കൂറുണ്ട്. നിങ്ങൾ ആ 365 ദിവസം എടുത്താൽ ആ ഒരു വർഷക്കാലത്ത് ഏതോ ഒരു ദിവസത്തെ ഒരു മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ വെള്ളം അതിനകത്ത് ആവശ്യമായിട്ട് വന്നത്. ആ ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ വെള്ളം ആവശ്യമായിട്ട് വന്ന ആ ഒരു പർട്ടിക്കുലർ മണിക്കൂർ, ആ സമയത്തെ ഡിമാൻഡ്, അതാണെന്ത്? മാക്സിമം അവർലി ഡിമാൻഡ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് ഡെയിലി ഡിമാൻഡ് ഇൻറ്റു ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ എന്താ? 2.7. അപ്പം അത് ഓർത്തിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ അറിയാം. മാക്സിമം ഡെയിലി ഡിമാൻഡ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? ഫാക്ടർ ഈസ് 1.8. മാക്സിമം അവർലി ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ ഈസ് 2.7. അത് രണ്ടും ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കുക. മാക്സിമം അവർലി ഡിമാൻഡ് ആവറേജ് ഡെയിലി ഡിമാൻഡ് വെച്ചല്ല, നിങ്ങൾക്ക് മാക്സിമം ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിച്ചല്ലോ, അതിൻ്റെ ബേസ് ചെയ്തിട്ടും പറയാം. നിങ്ങൾ മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ
മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ കൂടെ ഒരു ഫാക്ടർ, ആ ഫാക്ടർ ഈസ് 1.5. അത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മാക്സിമം അവർലി ഡിമാൻഡ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കുറച്ചുകൂടെ എന്തായാലും കമ്പൈൻഡ് എക്സാമിൽ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പെർ ക്യാപിറ്റൽ ഡെയിലി ഡിമാൻഡ് ഇൻറ്റു പോപ്പുലേഷൻ ചെയ്താൽ മതി. അതിനുശേഷം മാക്സിമം ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് ഇൻറ്റു 1.8, മാക്സിമം അവർലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2.7 ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ കൂടെ ആണെങ്കിലോ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നോർമലി ഇതാണ് ചോദിക്കാറുള്ളത് പരീക്ഷയ്ക്ക്. മാക്സിമം ഡെയിലി ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഇതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഡിമാൻഡ്, അപ്പോൾ ആവറേജ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ മനസ്സിലായി. 365 ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വന്ന ദിവസത്തെ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഈ 365 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വന്ന ഏതോ ഒരു മണിക്കൂർ, ആ മണിക്കൂറിലെ വെള്ളത്തിൻ്റെ ആവശ്യകത അതും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് വേറൊരു കൺസെപ്റ്റ്, ടോട്ടൽ ഡ്രാഫ്റ്റ്. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് ഇപ്പോൾ തൽക്കാലം ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അത് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇത് എവിടെ ഉപയോഗിക്കുമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ്, അതായത് നിങ്ങളുടെ വാട്ടർ സപ്ലൈ സ്കീം നിങ്ങൾ ഡിസൈൻ ചെയ്യും. ഇപ്പം ഞാനിപ്പം ജസ്റ്റ് കുറേ ഡിമാൻഡ് പറഞ്ഞു. എന്താ, ഒരു ദിവസം ആവറേജ് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഡിമാൻഡ് പറഞ്ഞു, ഒരു ദിവസത്തെ മാക്സിമം വെള്ളം ആവശ്യമായിട്ട് വരുന്ന ദിവസത്തെ ഡിമാൻഡ് പറഞ്ഞു. ഇനി ഏതോ ഒരു മണിക്കൂറുണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം, അതും ഒരു വാല്യൂ പറഞ്ഞു. ഇനി നിങ്ങളുടെ വാട്ടർ സപ്ലൈ സ്കീം ഏതിന് നിങ്ങൾ ഡിസൈൻ ചെയ്യും, അതല്ലേ ചോദ്യം. ഇതിനകത്ത് മാക്സിമം അവർലി ഡിമാൻഡിന് ചെയ്യുമോ, മാക്സിമം ഡെയിലി ഡിമാൻഡിന് ചെയ്യുമോ, ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡിന് ചെയ്യുമോ, അതാണ് ചോദ്യം. എപ്പോഴും മനസ്സിലാക്കുക, ഒരു സാധനം ഡിസൈൻ ചെയ്യുന്നു, നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ വെള്ളത്തിൻ്റെ തന്നെ വെച്ച് പറയാം. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ആനുവൽ ആവറേജ് വാട്ടർ ഡിമാൻഡ് 100 ആണെന്നിരിക്കട്ടെ. ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്, അതായത് ആവറേജ് ഓൺ ആൻ ആവറേജ് ഒരു ദിവസം 100 ലിറ്ററാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ എത്രയാണെന്ന്? മാക്സിമം ഡെയിലി ഡിമാൻഡ് എത്ര വരും? മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്താണ് ഫാക്ടർ? ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് ഇൻറ്റു 1.8. ഇപ്പം എത്ര വരും? 1.8 ഇൻറ്റു 100, 180 ലിറ്റർ ആയിരിക്കും എന്തോ ഒരു ദിവസം മാക്സിമം ഡെയിലി ഡിമാൻഡ്. മാക്സിമം അവർലി ഡിമാൻഡ് എത്ര വരും? ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന അവർലി ഡിമാൻഡ് എത്ര വരും? നിങ്ങൾ 2.7 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര വരും? 270 ലിറ്റർ വേണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഞാൻ കളയുക. 1.180 ലിറ്റർ, 270 ലിറ്റർ. ഓക്കെ, 100 ലിറ്റർ, 150 ലിറ്റർ, 270 ലിറ്റർ. നിങ്ങൾ സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ പൈപ്പ് ലൈൻ എത്ര വെള്ളം ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ എത്രമാത്രം വെള്ളം കൊടുക്കാൻ തയ്യാറാകത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്കീം. ഏതായിരിക്കണം? ഉറപ്പായിട്ടും 270 അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഈ ഒരു വർഷത്തിൽ ഏതോ ഒരു മണിക്കൂറിന് 270 ലിറ്റർ വരെ വെള്ളം വേണം. അപ്പോൾ നിങ്ങൾ 100 ലിറ്റർ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് നിങ്ങൾ പണിഞ്ഞെന്നിരിക്കട്ടെ നിങ്ങളുടെ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൂടെ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റൂ? 100 ലിറ്ററേ കൊടുക്കാൻ പറ്റൂ. ആലോചിച്ച് വേണം, ഏതോ ഒരു ദിവസം 150 ലിറ്റർ വേണം വെള്ളം, 100 വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ 80 ലിറ്റർ ഷോർട്ടേജാണ്, കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങളുടെ ഡിസൈൻ ഫെയിലായി. ഇനി ഇത് ഏറ്റവും മാക്സിമം ഉണ്ട്, ഇതിൻ്റെ ഏതൊക്കെയോ ദിവസം 100-ക്കാൾ കൂടി ഏതൊക്കെയോ വാല്യൂ ഇല്ലേ, അവിടെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ അട്ടർ ഫെയിലിയർ ആയിപ്പോയി. അപ്പോൾ എന്തായാലും 100-നല്ല ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങൾ മാക്സിമം ഡെയിലി ഡിമാൻഡിനിട്ട് പണിഞ്ഞു, 180-നിട്ട് ഡിസൈൻ ചെയ്തു. അപ്പോൾ പണി കിട്ടും. എന്ത്? കാരണം ഏതൊക്കെയോ മണിക്കൂറുകളിൽ 150 അല്ല അതിലും കൂടുതൽ ആവശ്യമായിട്ട് വന്ന ഏതൊക്കെയോ മണിക്കൂറുണ്ട്, ആ മണിക്കൂറിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം എന്ത് ചെയ്യും? ഫെയിലായി പോകും. അപ്പോൾ ശരിക്കും ഐഡിയലി നിങ്ങൾ നോക്കുമ്പോൾ ഏതിനായിരുന്നു ഡിസൈൻ ചെയ്യേണ്ടത്? ആ 270. കാരണം അതാണല്ലോ വരാൻ പറ്റുന്ന ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മണിക്കൂറാണ്. അതിന് ഞാനിട്ട് ഡിസൈൻ ചെയ്താൽ ബാക്കി എല്ലാം ഓക്കെയാണ്. ബാക്കി ഏത് സമയം എന്ത് ചെയ്യുക? വെള്ളം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ആവശ്യകതയ്ക്ക് അനുസരിച്ച് വെള്ളം കൊടുക്കാൻ പറ്റും. പക്ഷേ ആവറേജ് 100, നിങ്ങൾ ഡിസൈൻ ചെയ്ത് 270. അപ്പം അത്രയും
ഇതായിട്ട് നമ്മൾ ചെയ്യത്തില്ല. കാരണം എന്താ, ഇതിനകത്ത് കോസ്റ്റ് കൂടെ ഇൻവോൾവ്, അത്രയും വലിയ പൈപ്പ് വേണം, അത്രയും വലിയ പ്ലാന്റ് വേണം. സോ അത്രയും നമ്മൾ ഡിസൈൻ ചെയ്തില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഒരു 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 കോംപ്രമൈസിന് ശ്രമിക്കും. ഏതെങ്കിലുമൊക്കെ ചില മണിക്കൂർ ചെറിയ ഇതിൽ തട്ടിമുട്ടി പോകത്തക്ക രീതിയിൽ ഒരു കോംപ്രമൈസിന് നമ്മൾ ശ്രമിക്കും. ആ കോംപ്രമൈസ് ആണ് എന്ത്, ടോട്ടൽ ഡ്രാഫ്റ്റ്. അപ്പോൾ ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ എന്ത്, ഒന്നെങ്കിൽ മാക്സിമം അവർലി ഡിമാൻഡ്, അതായത് നിങ്ങളുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു, ഒന്നെങ്കിൽ എന്ത് മാക്സിമം അവർലി ഡിമാൻഡ്, നമ്മൾ ഈ പറഞ്ഞ MHD 270 ലിറ്ററിന് ഡിസൈൻ ചെയ്യാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. കാരണം ഈ പറയുന്ന ഡിസ്കഷനിലൊന്നും ഞാൻ ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് പറഞ്ഞപ്പോഴും ഒന്നും ഫയറിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിനകത്തൊരു പ്രശ്നം, നിങ്ങൾ മാക്സിമം അവർലി ഡിമാൻഡ് തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ആവശ്യം വരുന്ന 1 മണിക്കൂർ. ഇനി അതേ മണിക്കൂർ തന്നെ ഒരു തീയും കൂടെ കത്തിപ്പിടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇതിൻ്റെ കൂടെ പ്ലസ് ഫയർ ഡിമാൻഡ് കൂടെ വേണം. അപ്പോൾ അത്രയ്ക്ക് വേസ്റ്റ് സിനാരിയോ. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത പൊതുവേ എന്തുവാ, ഭയങ്കര കുറവാണ്. ഒരു റെയർ പോസിബിലിറ്റി എന്ന് പറയാം. ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല, അങ്ങനെ ഉണ്ടായാൽ നമ്മളതങ്ങ് നെഗ്ലക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വാട്ടർ സപ്ലൈ ഡിസൈൻ ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു മാർഗം മാക്സിമം അവർലി ഡിമാൻഡ് എത്രയാണോ അതിന് ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. അതായത് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരുന്ന ഏതോ ഒരു ദിവസമില്ലേ, ആ ദിവസം എപ്പോഴോ തീ പിടിച്ചു, അപ്പോൾ ആ ദിവസത്തെ ഒരു ഹൈ ഡിമാൻഡ് വരുമല്ലോ, മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. അതിന് ചേർത്ത് ഇവരെ കോയിൻസിഡൻ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയും. ഈ 2 വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കും. ഈ 2 വാല്യൂവിൽ ഏതാണോ വലിയ വാല്യൂ, ആ വലിയ വാല്യൂവിന് വേണ്ടിയായിരിക്കും എന്ത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡെയിലി ഡിമാൻഡ് ഓർ ഇറ്റ് ഈസ് എ മാക്സിമം ഗ്രേറ്റർ ഓഫ് മാക്സിമം അവർലി ഡിമാൻഡ് ഓർ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. ഫയർ ഡിമാൻഡ് ഏതാണോ, ഏത് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുന്നോ അത് വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോ. നെക്സ്റ്റ്, ഡിസൈൻ കപ്പാസിറ്റി. നമുക്കറിയാം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. നിങ്ങളുടെ സോഴ്സ് ആൻഡ് സപ്ലൈ ഉണ്ട്, പൈപ്പ് ഉണ്ട്, ഇൻടേക്ക് ഉണ്ട്, പമ്പ്, ഫിൽട്ടർ, ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. പൊതുവേ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിനെ ഓരോന്നും ഏത് ഡിമാൻഡിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഫൈനലി വീട്ടിലേക്ക് കൊടുക്കത്തില്ല, ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് മുൻപേ ഉള്ള എല്ലാ സാധനങ്ങളും ഡിസൈൻ ചെയ്യുന്നത് എന്തിനായിരിക്കും, മാക്സിമം ഡെയിലി ഡിമാൻഡിന്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് മുന്നേ ഉള്ള എല്ലാ സാധനങ്ങളും ഡിസൈൻ ചെയ്യുന്ന മാക്സിമം ഡെയിലി ഡിമാൻഡ്. മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, 1.8 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഇനി ഇതിനകത്ത് ഒരാൾ പമ്പ് അല്ലെങ്കിൽ ഫിൽട്ടർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്, ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് യൂണിറ്റും ഓപ്ഷനിൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് ആണെങ്കിൽ അതെടുക്കാം. ചില സമയത്ത് മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1.8 ടൈംസ് ആവറേജ് ഡെയിലി ഡിമാൻഡിൽ ചില സമയത്ത് ഈ 1.8 പകരം 2 ടൈംസ് ചെയ്യും. ഇപ്പോൾ 2 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് എനിക്ക് മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, 2 ടൈംസ് ആവറേജ് ഡെയിലി ഡിമാൻഡിന് ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പം ഓപ്ഷനിൽ 2 ടൈംസ് ആവറേജ് ഡെയിലി ഡിമാൻഡ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമലി മാക്സിമം ഡെയിലി ഡിമാൻഡ് അല്ലെങ്കിൽ 1.8 ടൈംസ് ക്യൂ ആവറേജ് വെച്ചിട്ട് പോവാം. അപ്പം ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് മുൻപേ ഉള്ള എല്ലാ ആൾക്കാരും എന്ത് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഒരു കീ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ശരിക്കും എന്ത് 2 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡിനും ഡിസൈൻ ചെയ്യാറുണ്ട്. ഓപ്ഷൻ അതുണ്ടെങ്കിൽ അതാണ് മോസ്റ്റ് ആക്യുറേറ്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് മുമ്പേ ഉള്ള ആൾക്കാരെ പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ഏതിനായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച ടോട്ടൽ ഡ്രാഫ്റ്റ്. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാരണം അതല്ലേ ആക്ച്വൽ ആവശ്യകത. ടോട്ടൽ ഡ്രാഫ്റ്റ് ഈസ് ഗ്രേറ്റർ ഓഫ് മാക്സിമം അവർലി ഡിമാൻഡ് ഓർ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്. അതാണ് ഡിസൈൻ കപ്പാസിറ്റി. ഇതും എക്സാമിന് ഓർത്തിരിക്കേണ്ടത്. അടുത്തത് ഡിസൈൻ പീരീഡ്. നമ്മൾ തുടക്കം പറഞ്ഞായിരുന്നു ഡിസൈൻ പീരീഡ് ഒരു ഫാക്ടർ ആണ് നിങ്ങളുടെ ഹൈഡ്രോളിക് ലോഡിങ്ങിൽ എന്ന്. ഡിസൈൻ പീരീഡും ഓർത്തിരിക്കുക. ഡാമിൻ്റെ ഡിസൈൻ പീരീഡ് 50 വർഷം, ഇൻടേക്ക് സ്ട്രക്ചർ 30 ഇയേഴ്സ്, പമ്പിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇതെല്ലാം 30 വർഷം, പമ്പ് 15 വർഷം, ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് 15 വർഷം, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആസ് എ ഹോൾ 30 വർഷം.
അപ്പം നോർമലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് പമ്പ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്, കാരണം അത് രണ്ടും പെട്ടെന്ന് ടെക്നോളജി വളരുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ബെറ്റർ സാധനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി അവരുടെ ഡിസൈൻ ലൈഫ് നീ കുറച്ച് വെക്കും. കാരണം 15 വർഷം കഴിയുമ്പോൾ തന്നെ അപ്പോൾ ആ 15 വർഷം കൊണ്ട് നല്ല സാധനം വന്നാൽ മാറ്റി വെക്കാം. അതേസമയം 30 വർഷം നിങ്ങൾ ഡിസൈൻ ലൈഫ് ഉണ്ടെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ടേ പുതിയത് വാങ്ങിച്ച് വെക്കാൻ പറ്റും. സോ നോർമലി പമ്പും വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് അത് 15 വർഷം. പക്ഷെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ, അത് ഞാൻ പറഞ്ഞു, ഓൺ ആൻ ആവറേജ് നോർമലി ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിയുന്നത് അടുത്ത 30 വർഷത്തേക്ക് ഉള്ള ആവശ്യകത നിറവേറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഡാം, പൈപ്പ് ലൈൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം എല്ലാം 30 വർഷം തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ലോഡിൻ്റെ ഫാക്ടേഴ്സ്, ഡിസൈൻ പീരീഡ്, ഡിസൈൻ ലൈഫ്, ഡിസൈൻ, വാട്ടർ ഡിമാൻഡ്, പോപ്പുലേഷൻ, ഡിസൈൻ ലൈഫ്. അപ്പോൾ ഡിസൈൻ ലൈഫ് അല്ലെങ്കിൽ ഡിസൈൻ പീരീഡ് പറഞ്ഞു, ഡിമാൻഡ് പറഞ്ഞു. ഇനി നമ്മൾ ഒരാളെയും കൂടെ സംസാരിക്കാനുണ്ട്, പോപ്പുലേഷൻ. പോപ്പുലേഷനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇനി പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ ഞാൻ ഒരുപാട് പോപ്പുലേഷൻ കാണിച്ചിട്ട് പറഞ്ഞു ഏത് പോപ്പുലേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്? പോപ്പുലേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഡിസൈൻ ലൈഫ്. അതായത് ഇന്ന് ഞാൻ പണിയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ പണിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത 30 വർഷത്തേക്കാണ് ഞാൻ ഈ പ്ലാന്റ് പണിയുന്നത്. അപ്പം ഞാൻ ആരുടെ ഡിമാൻഡാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? 30 വർഷങ്ങൾക്ക് ശേഷമുള്ള പോപ്പുലേഷൻ്റെ ഡിമാൻഡ്. അതിനാദ്യം എനിക്ക് എന്ത് വേണം? 30 വർഷത്തിൻ്റെ ശേഷമുള്ള പോപ്പുലേഷൻ എത്രയാണെന്നറിയണം. ബേസിക്കലി ഞാൻ എന്ത് ചെയ്യണം? പ്രെഡിക്റ്റ് ചെയ്യണം 30 വർഷത്തിന് ശേഷം പോപ്പുലേഷൻ എത്രയാണെന്ന്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. ഇത് ആസച്ച് എൻവയോൺമെൻറ്റിലെ ടോപ്പിക്കൊന്നുമല്ല, പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ അതും കൂടി അറിയണം. നോർമലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇവിടുന്ന്. ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എപ്പോഴും ആലോചിക്കുക, പോപ്പുലേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ഒരുപാട് ബർത്ത് റേറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടും. ഡെത്ത് റേറ്റ് കൂടിയാൽ പോപ്പുലേഷൻ കുറയും. ഇനി ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കുറേ ആൾക്കാർ ജോലിക്കും കാര്യങ്ങൾക്കുമായിട്ട് മൈഗ്രേഷൻ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ പോപ്പുലേഷൻ കൂടും. ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വേറെ സ്ഥലത്തേക്ക് പോവുക ജോലിക്ക്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പോപ്പുലേഷൻ കുറയും. അത് 3 ഫാക്ടറാണ്. നെക്സ്റ്റ്, ഒരു കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ നോർമലി വളരുന്നത് ഇങ്ങനെയാണ്. അതിന് പറയുന്ന ലോജിസ്റ്റിക് കർവ് അഥവാ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എന്നാണ് പറയുന്നത്. നോർമലി ഇതാ ഈ ഒരു ഷേപ്പ്, ഇതിന് എസ് കർവ് പോലെ പറയാം. അപ്പോൾ എങ്ങനെയായിരിക്കും? ഒരു പോപ്പുലേഷന് പയ്യെ പോപ്പുലേഷൻ കൂടി, അതായത് ഒരു കമ്മ്യൂണിറ്റി വിത്ത് പാസേജ് ഓഫ് ടൈം എങ്ങനെയാണ് പോപ്പുലേഷൻ കൂടുന്നതെന്ന്. ഇതൊരു പുതിയ കമ്മ്യൂണിറ്റിയാണ്, അവിടെ ആൾക്കാർ വന്ന് താമസം തുടങ്ങുന്നു, ജോലിക്ക് ആൾക്കാർ വരുന്നു, പോപ്പുലേഷൻ കൂടി ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വളരുന്നു പോപ്പുലേഷൻ. പിന്നീട് ആ കമ്മ്യൂണിറ്റി ഫുൾ ആളുകളെ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? വളർച്ച പൊതുവെ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. സോ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ഈ ഒരു കർവ്. അതിനാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, പോപ്പുലേഷൻ്റെ വളർച്ച നോക്കി. ആദ്യം പയ്യായിരുന്നു വളരുന്നത്, പിന്നെ ഭയങ്കര ഫാസ്റ്റ് വളർന്ന് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ആക്ച്വലി പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറയുക, റിവേഴ്സ് ഡയറക്ഷനിൽ. കാരണം കൂടുതൽ പിന്നെ വളരുന്നൊന്നുമില്ല. ഓക്കെ, ഇതിന് പറയുന്നത് ലോജിസ്റ്റിക് കർവ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് ആക്ച്വലി നമുക്ക് 1, 2, 3, 4 ഇനിയും 2, 3, 4 മെത്തേഡ്സ് ഉണ്ട്. അത്രയും രീതികളിൽ നിങ്ങൾക്ക് ഭാവിയിലുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. അതിനകത്ത് ഈ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റായിട്ട് നടന്ന ഒരു 3-4 പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഈവൻ ന്യൂമറിക്കൽ വരുന്നുണ്ട്. സോ അത് ഞാൻ ന്യൂമറിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 2 ടൈപ്പ് അല്ലെങ്കിൽ 2 മെത്തേഡ്സിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ബാക്കിയെല്ലാം ജസ്റ്റ് പേരും എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാം. ഫസ്റ്റ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, പേരിനകത്തുണ്ട് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അതായത് അരിത്തമെറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എല്ലാ വർഷവും ഒരേ അളവിൽ ഒരേ എമൗണ്ടിലാണ് കൂടുന്നത് എന്ന് എന്ത് ചെയ്യും? ഞാൻ അസ്യൂം ചെയ്യും. അതായത് ഇന്നത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ വർഷത്തെ 2026 പോപ്പുലേഷൻ 1000 ആണെന്നിരിക്കട്ടെ, ഞാൻ അസ്യൂം ചെയ്യും എല്ലാ വർഷവും ഒരേപോലെയാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് 2027 ഞാൻ പറയുന്നത് എല്ലാ വർഷത്തെയും ആ ഇൻക്രീസ് എന്ന് പറയുന്നത് 50 വെച്ചിട്ടാണ്, 500 വെച്ചിട്ടാണെന്ന് ഞാൻ പറയുക. ഇപ്പോൾ 2027 പോപ്പുലേഷൻ എത്ര ആയിരിക്കും? 1500. ഇപ്പോൾ 2028 പോപ്പുലേഷൻ എന്തായിരിക്കും? എല്ലാ വർഷവും കൂടുന്ന എത്ര വാല്യൂ ആയിരിക്കും? 500. ഇപ്പോൾ 2028 എത്ര വരും? 2000. 2029 2500. ഇങ്ങനെ. അപ്പോൾ എല്ലാ വർഷവും
കൂടിയ പോപ്പുലേഷന്റെ എമൗണ്ട് എന്തുമായിരിക്കും, കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ എവിടെ അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ ആണെന്നല്ല, ഈ മെത്തേഡിൽ ഞാൻ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. അത് അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 30 വർഷങ്ങൾക്ക് ശേഷമുള്ള പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സോ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ഇതിന്റെ വേറൊരു പേര് നോക്കി, കോൺസ്റ്റന്റ് ഗ്രോത്ത് മെത്തേഡ്. എല്ലാ വർഷവും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വളർച്ച, എല്ലാ വർഷവും കോൺസ്റ്റന്റ് ആയിട്ടുള്ള പോപ്പുലേഷന്റെ ഇൻക്രീസ്. സോ കോൺസ്റ്റന്റ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായിട്ട് എടുക്കുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. പോപ്പുലേഷൻ ഇൻക്രീസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ്, അല്ലെങ്കിൽ dp/dt എന്തായിരിക്കും, കോൺസ്റ്റന്റ്. ഇനി ഇതിനകത്ത് n ഡെക്കേഡിനപ്പുറമുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Pn = P0 + n x bar. Pn എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്, P0 ഇപ്പോഴത്തെ പോപ്പുലേഷൻ, n എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെയും ഫ്യൂച്ചർ കണ്ടുപിടിക്കേണ്ട സമയത്തെയും തമ്മിലുള്ള ഡെക്കേഡിന്റെ നമ്പർ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് പോപ്പുലേഷൻ. ഇനി ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന സ്ഥലം ഓർത്ത് വെക്കുക, ഓൾഡ് ആൻഡ് സെറ്റിൽഡ് സിറ്റി. അതായത് വളർച്ചയൊക്കെ അത്യാവശ്യം കഴിഞ്ഞ്, തുടക്കം എങ്ങനെ ആയിരിക്കും, ഭയങ്കര റാപ്പിഡ് ആയിട്ടായിരിക്കും. പെട്ടെന്ന് ആൾക്കാർ വരുന്നു, പെട്ടെന്ന് പോപ്പുലേഷൻ കൂടുന്നു, കുറെ കഴിയുമ്പോൾ സാച്ചുറേറ്റഡ് ആവും, പിന്നെ ആൾക്കാർ ഇവിടെ വരുന്നതും വളർച്ച ഒന്ന് കോൺസ്റ്റന്റ് ആവും. ആ ഒരു രീതിയിൽ വരുന്നത്. അതായത് കമ്മ്യൂണിറ്റി വളർന്ന് കുറച്ച് ഓൾഡും സെറ്റിൽഡ് ഒക്കെ ആവുന്ന സമയത്താണ് എന്തോ ഏറ്റവും സ്യൂട്ടബിൾ ഈ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഈ ന്യൂമറിക്കൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം 1970, 1980, 1990, 2000 ഈ 4 വർഷത്തെ പോപ്പുലേഷൻസ് തന്നിട്ടുണ്ട്. 40,000, 46,000, 53,000, 58,000. അപ്പോൾ ആദ്യം നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് പോപ്പുലേഷൻ 2010 പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് 2010 വരണമെന്നല്ല, ഏതെങ്കിലും ഭാവിയിലുള്ളൊരു പോപ്പുലേഷൻ ചോദിക്കും. ഈ ക്വസ്റ്റ്യനിൽ 2010 ചോദിക്കുന്നുണ്ട്, 2000 വരെ ഉള്ളത് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഇയർ ഓൺ ഇയർ എത്രയാണ് പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് നോക്കും. ആദ്യത്തെ 1970-ക്കും 1980-ക്കും ഇടയ്ക്ക് 6,000, അടുത്ത 1980-ക്കും 1990-യുടെ ഇടയിലോ 7,000, 1990-യുടെ 2000-ന്റെ ഇടയിലോ 5,000 കൂടി. ഇത് നോക്കിയേ, എല്ലാ ഇയർ ഓൺ ഇയർ സെയിം പോപ്പുലേഷൻ ആണോ കൂടിയത്? അല്ല. പക്ഷേ ഈ മെത്തേഡിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് കൂടിയതെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അസ്യൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ വർഷവും ഒരേ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഞാൻ എന്ത് ചെയ്യും, ആവറേജ് എടുത്താൽ പോരെ. സോ ഞാൻ എക്സ് ബാർ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നതാണ്. 6,000 + 7,000 + 5,000 ഡിവൈഡഡ് ബൈ 3 പേരുണ്ടോണ്ട് 3. ഇപ്പം എത്ര വരും, 6,000. അപ്പം ഈവൻ ദോ ആദ്യത്തെ വർഷം 6,000, രണ്ടാമത്തെ വർഷം 7,000, മൂന്നാമത്തെ വർഷം 5,000 ആണെങ്കിലും ഓൺ ആൻ ആവറേജ് എനിക്ക് എന്ത് പറയാം, എല്ലാ വർഷവും 6,000 പോപ്പുലേഷൻ വെച്ചാണ് കൂടിയത്. അപ്പോൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ ആവറേജ് കിട്ടി 6,000. ഇപ്പം 2010 പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കറിയാം Pn, അതായത് 2010 കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ P2000 + n എക്സ് ബാർ. എക്സ് ബാർ നിങ്ങൾക്ക് കിട്ടി ആവറേജ് എടുത്തപ്പോൾ 6,000. n എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴത്തതും ഭാവിയിലെ പോപ്പുലേഷൻ്റെ ഇടയിലുള്ള ഡിക്കേഡ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ 2000, ഭാവിയിലെ കണ്ടുപിടിക്കുന്ന 2010. ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്ര, 10 വർഷം. ഇതിനിടയിൽ എത്ര 10 വർഷമുണ്ട്, ഒരു 10 വർഷം. അല്ലെങ്കിൽ ഫൈനൽ പോപ്പുലേഷൻ മൈനസ് ഇപ്പോഴുള്ള പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ 10 ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും. സോ 1 കിട്ടി, 1 ഇട്ട് കൊടുത്തു, 58,000 ഇപ്പോഴത്തെ പോപ്പുലേഷൻ പ്ലസ് 1 × 6,000 എത്ര കിട്ടും, 64,000. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇത് ചെയ്യാനൊന്നും അറിഞ്ഞിരിക്കുക. ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന 1-2 എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ ഓർത്തിരിക്കുക. വളരെ സിമ്പിളാണ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് വരാൻ കാര്യം തന്നെ, നിങ്ങൾ അരിത്തമെറ്റിക് ആവറേജ് ആണ് ഇവിടെ എടുത്തത്, അരിത്തമെറ്റിക് ആവറേജാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, അതിൻ്റെ ഓർ നെയിംസ് എല്ലാം ഇമ്പോർട്ടൻ്റ്. യൂണിഫോം ഇൻക്രീസ് ഗ്രോത്ത് മെത്തേഡ്, അല്ലെങ്കിൽ യൂണിഫോം ഇൻക്രീസ് മെത്തേഡ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മെത്തേഡ്, ലോഗരിതമെറ്റിക് ഗ്രോത്ത് മെത്തേഡ്. ആ പേരെല്ലാം ഓർത്ത് വെക്കുക. ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് ഈ സംഭവം, ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡും. നോർമലി പരീക്ഷയ്ക്ക് യൂണിഫോം ഗ്രോത്ത് മെത്തേഡ് അല്ലെങ്കിൽ യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞ് ചാടിക്കയറി അരിത്തമെറ്റിക് ഇൻക്രീസിൽ എടുക്കല്. അവിടെ എന്താ പറഞ്ഞത്, യൂണിഫോം
അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്താ അവിടെ കോൺസ്റ്റന്റ് ആണെന്നാ പറഞ്ഞത്. ഇവിടെ ഗ്രോത്ത് റേറ്റ് അല്ല കോൺസ്റ്റന്റ്, ഇവിടെ വേറൊരു കാര്യം കോൺസ്റ്റന്റ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണെന്ത് കോൺസ്റ്റന്റ്. അത് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ശതമാനം കൂടി, ആ ശതമാനത്തിന്റെ കൂടൽ അതെന്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് കോൺസ്റ്റന്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതും പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതിലും ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ന്യൂമറിക്കലിൽ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനി യൂഷ്വലി ഏറ്റവും ഉപയോഗിക്കാൻ ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് കമ്മ്യൂണിറ്റി. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ഓൾഡ് ആൻഡ് സെറ്റിൽഡ് സിറ്റീസിലാണെങ്കിൽ ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഏറ്റവും നല്ലത് അവിടെ യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് കമ്മ്യൂണിറ്റിയിൽ. അസംഷനും ഓർത്ത് വെക്കുക. മറ്റേടത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ആണെന്തോ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് കോൺസ്റ്റന്റ്. ഇവിടെ ഇക്വേഷൻ Pn = P0 1 + R/100 ഹോൾ റൈസ് ടു n. ഈ ഫോർമുല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമുലയായിട്ട് സുപരിചിതമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനകത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പോപ്പുലേഷൻ ഇൻ ഇയർ 2030 കണ്ടുപിടിക്കണം ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിലൂടെ. സോ അങ്ങനെ വരുമ്പോൾ 1980 പോപ്പുലേഷൻ തന്നു, 1990 തന്നു, 2000 തന്നു, 2010 4000, 50,000, 80,000, 1,40,000. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. 10,000, 30,000, 60,000. അരിത്തമെറ്റിക് ഇൻക്രീസിലാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് വരുന്നു? ഇവരെ 3 പേരുടെയും ആവറേജ് 10,000, 30,000, 60,000. അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതാണ് ഇൻക്രീസ് ഇൻ ഗ്രോത്ത്, പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ വാല്യൂ. ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ബാക്കി ചെയ്തത്. ജിയോമെട്രിക്കൽ ഇൻക്രീസിൽ അങ്ങനെയല്ല. നിങ്ങൾ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ഇത് ഇയർ ഓൺ ഇയർ എത്ര പോപ്പുലേഷൻ ഗ്രോ ചെയ്തു എന്ന്. നിങ്ങൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കണം. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻപേ ഉള്ള പോപ്പുലേഷനിൽ നിന്നും എത്ര ശതമാനം കൂടി. മുൻപേ ഉള്ള പോപ്പുലേഷൻ എത്ര? 40,000. അതിൽ നിന്നും 10,000 കൂടി. ശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 100, അതായത് 25%. 40,000ൻ്റെ അപേക്ഷിച്ച് 25% കൂടെ ഇൻക്രീസ് സംഭവിച്ചു ആദ്യത്തെ വർഷം. അടുത്ത വർഷമോ, രണ്ടാമത്തെ വർഷം 50,000-ൽ നിന്നും 50,000 ഉണ്ടായിരത്തടുത്ത് നിന്നും 30,000 കൂടി. അതായത് 50,000 ഉണ്ടായിരുന്ന സമയത്ത് 60% പോപ്പുലേഷൻ കൂടി. അടുത്ത വർഷം 80,000-ൽ നിന്നും 60 കൂടി. അതായത് 75% പോപ്പുലേഷൻ കൂടി. അപ്പം ഇതെന്താ? ഇയർ ഓൺ ഇയർ ഉണ്ടായ ആക്ച്വൽ പോപ്പുലേഷന്റെ വാല്യൂ. ഇതെന്താ? മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് എത്രമാത്രം പോപ്പുലേഷൻ കൂടി, ആ ശതമാനം. 25%, 60%, 75%. ഞാൻ പറഞ്ഞത് എന്താ? ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് അതെന്താണെന്ന് ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? ഇവരുടെ ആവറേജ് എടുക്കണം. ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും ആവറേജാ. പക്ഷെ എന്ത് ആവറേജ്? ജിയോമെട്രിക്കൽ ആവറേജ്. ഇപ്പൊ ജിയോമെട്രിക്കൽ ആവറേജ് പണ്ട് ഓർമ്മ കാണും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ റൈസ് ടു 1/3. ഇവിടെ 3 പേരുള്ളതുകൊണ്ടാണ് 1/3. 2 പേരെ ഉള്ളെങ്കിൽ 1/2. 5 പേരായിരുന്നെങ്കിൽ 1/5. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിക്കേണ്ട പോപ്പുലേഷൻ = ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഇൻറ്റു 1 + R എന്ന് പറയുന്ന ഈ കണ്ടുപിടിച്ച വാല്യൂ ഡിവൈഡഡ് ബൈ 100 ഹോൾ റൈസ് ടു n. ഈ n എന്ന് പറഞ്ഞാൽ എത്ര ഡെക്കേഡ് ഉണ്ടെന്ന്. ഇവിടെ 2010 കണ്ടുപിടിക്കേണ്ട എത്ര? 2030. 2010 നിന്നും 2030 വരെ പോകാൻ എത്ര ഡെക്കേഡ്, അതായത് എത്ര 10 വർഷമുണ്ട്? 2 10 വർഷങ്ങളുണ്ട്. സോ 2 ആയിട്ട് വരും ഇവിടെ. ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഇനി പരീക്ഷയ്ക്ക് നോർമലി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, ഹോൾ റൈസ് ടു 1/3 ഒക്കെ ക്യൂബ് റൂട്ടൊക്കെ എങ്ങനെ എടുക്കും എന്ന്. ക്യൂബ് റൂട്ട് ചിലപ്പം പരീക്ഷയ്ക്ക് ഡയറക്റ്റ് തരാം, ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഇതാണ്. ഇനി അല്ലെങ്കിൽ വേറെ ഓരോ ഓപ്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സാധാ അരിത്തമെറ്റിക് ആവറേജ് ചെയ്തിട്ട്
ആ വാല്യൂ ചെയ്തിട്ട് ഈ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടുന്നോ അതിനേക്കാൾ ഉയർന്ന വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷനിൽ പിക്ക് ചെയ്യാൻ. കാരണം ജോമെട്രിക്കൽ ഇൻക്രീസ് ആയിരിക്കും എന്ത്, അരിത്തമെറ്റിക് ഇൻക്രീസിനേക്കാൾ വലിയ വാല്യൂ തരാൻ പോകുന്നത് നിങ്ങൾക്ക്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്യാം. പരീക്ഷയ്ക്ക് നോർമലി എന്ത് ചെയ്യും, ഇത് തരും. അപ്പോൾ ഈ ഒരു ന്യൂമറിക്കിലൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക, ശ്രദ്ധിക്കുക. ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ ആരാണ് കോൺസ്റ്റന്റ്? പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെ പേഴ്സൻറ്റേജ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കോൺസ്റ്റന്റ്. അരിത്തമെറ്റിക് ഇൻക്രീസിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കോൺസ്റ്റന്റ്. അവിടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന സാധനവും കൂടെ ജോമെട്രിക്കൽ ഇൻക്രീസിലുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വേറെ പേര് യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പോപ്പുലേഷൻ്റെ വ്യതിയാനം അത് എങ്ങനെ വേണമെങ്കിലും വരാം. അതായത് പോപ്പുലേഷൻ കൂടിയാലോ കുറഞ്ഞാലോ, അതായത് ഏതൊരു ഓൾഡോ യങ്ങോ എന്ത് കണ്ടീഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണെന്ത്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ കൂടലിൻ്റെ കൂടൽ, അതായത് പോപ്പുലേഷൻ കൂടുന്നു എന്ന് പറയുന്നു, ആ കൂടുന്നതിൻ്റെ കൂടൽ കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ന്യൂമറിക്കലിലേക്കൊന്നും അധികം പോകണ്ട, പക്ഷെ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് ആലോചിക്കുക, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് ഓൾഡ് ആൻഡ് സെറ്റിൽഡ് സിറ്റി, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റി. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എവിടെയും നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാവോ അവിടെ എല്ലാം ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്. ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോപ്പുലേഷൻ എന്തായിരിക്കും, ആ ഗ്രോത്ത് ഇല്ല, ആക്ച്വലി പോപ്പുലേഷൻ കുറയുക, ഇയർ ഓൺ ഇയർ എന്തായിരിക്കും പോപ്പുലേഷൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരും. അതായത് ഒരു സിറ്റിയുടെയൊക്കെ ഏറ്റവും എൻഡ് ഭാഗം ഒരു സാച്ചുറേറ്റഡ് ആവുന്ന കണ്ടീഷനിൽ ഏറ്റവും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ് ഉപയോഗിക്കാം. സൂട്ടബിൾ ഫോർ വെൻ ഗ്രോത്ത് റേറ്റ് ഈസ് ഡിക്രീസിങ്. കാരണം ഇവിടെ ഗ്രോത്ത് റേറ്റ് എന്ത് കുറയുക, അതായത് ആദ്യത്തെ വർഷം 500 കൂടിയെങ്കിൽ അടുത്ത വർഷം 200 ആയിരിക്കും കൂടുന്നത്, തൊട്ടടുത്ത വർഷം 100 ആയിരിക്കും. എല്ലാ വർഷവും പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷെ കൂടുന്നതിൻ്റെ അളവ് എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. റീച്ച് ടുവേർഡ്സ് സാച്ചുറേഷൻ, നിങ്ങളുടെ പോപ്പുലേഷൻ സാച്ചുറേഷൻ അടുത്തെത്തി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 മെത്തേഡ് നമ്മൾ കണ്ടു: അരിത്തമെറ്റിക് ഇൻക്രീസ്, ജോമെട്രിക്കൽ ഇൻക്രീസ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്, ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുറച്ചുകൂടെ മെത്തേഡ്സ് ഉണ്ട്. ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ മെത്തേഡ്, ഗ്രാഫിക്കൽ കമ്പാരിസൺ മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, റേഷ്യോ കോറിലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ്. ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റിയിലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ 2000, 2010, 2020, 2020 ഇരിക്കുക. ഇപ്പോൾ 2026 ആയപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വരും എന്ന് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ ഗ്രാഫ് ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ തോന്നുന്ന പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് പറയും, ഓക്കെ അപ്പോൾ 2026 ആകുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് പോയാൽ ഇതായിരിക്കണം ഏകദേശം എന്ത് 2026 പോപ്പുലേഷൻ. ഈ വരച്ച പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ഞാൻ ഇങ്ങനെ വരച്ചാൽ വേറൊരാൾക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ വരയ്ക്കുക, വേറൊരാൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കും. ഇതെല്ലാം പ്യുവർലി ബേസ്ഡ് ഓൺ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ആക്യുറസി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം ആരാണോ ഇത് ചെയ്യുന്നത് അയാളെ ഡിപ്പെൻഡൻ്റാണ് പൂർണ്ണമായിട്ടും. സോ അതിനെന്ത് പറയാം, അതിനാണ് ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പോയിന്റ് ഓർക്കുക, ഇതെന്താ ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, വൺ ഓഫ് ദി ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. അതെന്താ ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ. ഞാൻ ഉള്ള ഗ്രാഫിനെ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ എനിക്ക് 2000 പോപ്പുലേഷൻ അറിയാം, ഞാൻ അതിനെ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി വേറൊരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ കമ്പാരിസൺ മെത്തേഡ്. ഇതെന്താ ചെയ്യുന്നത്, ഇവിടെയും ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്. ഇതാ സപ്പോസ് ഇതാണ് ഇതൊരു ബാംഗ്ലൂരിലെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ചാർട്ടാന്ന് വെച്ചോ. ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ സംഭവം ഇതിനകത്ത് കൊണ്ട് വെക്കുക, മെഷ് ചെയ്യുക. ട്രിവാൻഡ്രത്തെ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ചാർട്ട് ഞാൻ നോക്കുമ്പോൾ ഈ നീല ഇങ്ങനെ കാണുന്നു. അതായത് നോക്കിയേ, ബാംഗ്ലൂരിൽ ഇങ്ങനെയാണ് വളർന്നത് മുൻപ്,
ട്രിവാൻഡ്രം നോക്കുമ്പോൾ ട്രിവാൻഡ്രം ബാംഗ്ലൂർ എങ്ങനെയാണോ വളർന്നത് അതേപോലെ തോന്നുന്നു, അല്ലെങ്കിൽ അതേപോലെ നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഊഹിക്കുക. അപ്പോൾ ട്രിവാൻഡ്രവും ഇങ്ങനെ തന്നെ ആവും വരാൻ സാധ്യത. ഇവിടെ എന്താ ചെയ്തത്, 2 ഗ്രാഫ് എടുത്തിട്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഞാനിത് വരച്ചേക്കുന്നത്. സോ അങ്ങനെ കമ്പയർ ചെയ്താൽ അതിനാണ് ഗ്രാഫിക്കൽ കമ്പാരിസൺ മെത്തേഡ്. അതെന്താ, പ്രിസൈസും റിലയബിൾ ആയിട്ടുള്ള റിസൾട്ടും തരും. ശരി, റിലയബിളും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പോപ്പുലേഷൻ ചുമ്മാ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഓക്കെ ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് ഊഹിക്കുന്നു, അത് ആക്യുറസി കുറവാണ്. ഗ്രാഫിക്കൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാലോ, മുൻപ് വേറെ ഏതെങ്കിലും സിറ്റി ഒരു രീതിയിൽ വളർന്നിട്ടുണ്ട്, ഞാൻ സ്റ്റഡി ചെയ്യുന്ന സിറ്റിയും അതുപോലെ വളരുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എനിക്ക് ഊഹിക്കാം, ഓൾമോസ്റ്റ് ശരിയായിട്ട് ഊഹിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എത്തിയെങ്കിൽ അടുത്ത വർഷം ഇവിടെ എത്തും. അതിനാണ് ഗ്രാഫിക്കൽ കമ്പാരിസൺ. അതെന്താ, റിലയബിൾ റിസൾട്ട് തരും. നെക്സ്റ്റ്, മാസ്റ്റർ പ്ലാൻ ഓർ സോണിങ് മെത്തേഡ്. മാസ്റ്റർ പ്ലാൻ ഓർ സോണിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വരയ്ക്കുന്ന സിറ്റി. ഇപ്പം ചണ്ഡീഗഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പറയാം, ഇതാ ആ ഒരു സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കറുത്ത ഭാഗത്ത് ഡൊമസ്റ്റിക് ആൾക്കാർ മാത്രമേ ആകാവൂ, ഈ നീല ഉള്ളടുത്ത് ഇൻഡസ്ട്രി മാത്രമേ ആകാവൂ, ഇവിടെ കൊമേഴ്ഷ്യൽ പർപ്പസിനെ ആകാവൂ. അതുപോലെ അതിനകത്ത് പറഞ്ഞിട്ടും ഉണ്ടാവും, ഈ ഓരോ വീട്ടിലും 2 പേരെ കാണാവൂ, ഇവിടെ 3 പേരെ കാണാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് അപ്പം തന്നെ കൂട്ടാം. ഇത്ര വീടുണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര പോപ്പുലേഷൻ വരും, ഇവിടെ ഇത്ര ഇൻഡസ്ട്രി ഉണ്ട്, ഇത്ര പോപ്പുലേഷൻ വരും. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ സോണിങ് മെത്തേഡ് ഉപയോഗിക്കാം. ഈസി ടു ആക്സസ്, പ്രിസൈസ് ഡിസൈൻ പോപ്പുലേഷൻ. അപ്പോൾ ബാക്കിയുള്ള മെത്തേഡിലെ പോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ആക്യുറസിയിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം എല്ലാം ഫിക്സഡാണ്. കാരണം നിങ്ങൾ അത്രയും പക്കയായിട്ട് പ്ലാൻ ചെയ്തേക്കും. അപ്പോൾ ഓരോ വീട്ടിലും എത്ര ആൾ കാണും, അല്ലെങ്കിൽ ഭാവിയിൽ എത്ര വരാൻ സാധ്യതയുണ്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ്, റേഷ്യോ ആൻഡ് കോറിലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ്. അതായത് ബേസിക്കലി നമ്മുടെ നാഷണൽ ഗ്രോത്തിൻ്റെ, അതായത് ഇപ്പം ഇന്ത്യ എന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ഓൺ ആൻ ആവറേജ് എന്താണോ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ റേറ്റ്, അതിന് പാരലായിട്ട്, ഇപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ നോക്കുമ്പോൾ അതിന് പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അപ്പോർഷൻ മെത്തേഡ് അല്ലെങ്കിൽ റേഷ്യോ കോറിലേഷൻ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മെത്തേഡ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും രീതികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്ത് ഭാവിയിലെ സംഭവം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് മെത്തേഡ്സ്: അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഗ്രാഫിക്കൽ എക്സ്റ്റൻഷൻ മെത്തേഡ്, ഗ്രാഫിക്കൽ കമ്പാരിസൺ മെത്തേഡ്, ഡിക്രീസിങ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്, മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ സോണിങ് മെത്തേഡ്, റേഷ്യോ കോറിലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ഇത്ര മെത്തേഡ് ഉണ്ടെന്ന് ആലോചിക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആദ്യം പറഞ്ഞ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡും ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡുമാണ്. അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇമ്പോർട്ടൻ്റ്, എല്ലാം ചോദ്യം വരാറുള്ളതാണ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ന്യൂമറിക്കൽ ഉൾപ്പെടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഓവർ നെയിംസ് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഇൻ വിച്ച് പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി അതർ നെയിം അല്ലെങ്കിൽ ഓർ നെയിം ഓഫ് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് ചോദിക്കും. അതിൻ്റെ ഓപ്ഷൻസ് യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് കാണും, അതായിരിക്കും ആൻസർ. അത് ആലോചിക്കുക. കാരണം പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ നോർമലി അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ വേറൊരു പേരായിട്ട് പോയി യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചും ചോദിക്കും, യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് ഈസ് അനദർ നെയിം ഓഫ് ഡാഷ്. ഓപ്ഷൻ ജിയോമെട്രിക്കൽ ഇൻക്രീസ്, അരിത്തമെറ്റിക് ഇൻക്രീസ്, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. കൂടുതൽ ആൾക്കാരും പോയി അരിത്തമെറ്റിക് ഇൻക്രീസ് എടുക്കും. കാരണം നിങ്ങളുടെ മനസ്സിലെ പോപ്പുലേഷൻ ഗ്രോത്ത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ പോവുക. പക്ഷെ ശ്രദ്ധിച്ചോണം, യൂണിഫോം ഇൻക്രീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ലോജിസ്റ്റിക് കർവ് ഇതേപോലെയാണ് പോപ്പുലേഷൻ കൂടുന്നത് എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ന്യൂമറിക്കലായിട്ട് ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്ക മാത്സ് പരമായിട്ട് ഈ കർവിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിന് ഓട്ടോ കാറ്റലിക് കർവ്, അതായത് ലോജിസ്റ്റിക് കർവിന് അനദർ നെയിം നമ്മൾ പറയുന്നത് ഓട്ടോ കാറ്റലിറ്റിക് കർവ് എന്നും പറയും. ഇത് PF വെർഹസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും പോയിന്റ്സ് തന്നെ മതി. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ പോപ്പുലേഷൻ ഇവിടുന്ന് കൂടി ഒരു വാല്യൂവിൽ, സാച്ചുറേറ്റഡ് വാല്യൂവിൽ എത്തും.
ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം പോപ്പുലേഷൻ ആണ് സാച്ചുറേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ നല്ലതായിരിക്കും. 2 P0 P1 P2 മൈനസ് P1 സ്ക്വയർ ഇൻറ്റു P0 പ്ലസ് P2 ബൈ P0 P2 മൈനസ് P1 സ്ക്വയർ. ഇതുവരെ സിവിലുകാർക്കും ചോദിച്ചിട്ടില്ല, പക്ഷെ പല എക്സാമിനും ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇപ്പം പിക്ക് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട് മേ ബി ഇത് നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഒന്നും പഠിക്കേണ്ട. ഇത് ആക്ച്വലി സിവിലുകാർക്കൊക്കെ ആണെങ്കിൽ വേറെ എക്സാംസിനൊക്കെ ആണെങ്കിൽ ഞാൻ അത്രയും പറഞ്ഞേനെ. നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യമില്ല. ഇത് മാത്രം പറ്റുമെന്ന് വെച്ചാൽ പറ്റുന്നവർ പഠിച്ചിട്ട് പോവുക. ഈ P0 P1 P2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പല ടൈമിൽ T1 ടൈമിലെ പോപ്പുലേഷൻ തുടക്കമുള്ള പോപ്പുലേഷൻ P0, T1 എന്ന് പറഞ്ഞ ടൈമിലെ പോപ്പുലേഷൻ P1, T2 എന്ന് പറഞ്ഞ ടൈമിലെ പോപ്പുലേഷൻ P2. അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2-3 തവണ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരുന്നുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ഈ ഡിമാൻഡ്, നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ നേരത്തെ ഒരു ഡിമാൻഡിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്ന്. ഒരു അവർലി രീതിയിൽ പോപ്പുലേഷനിൽ വ്യത്യാസമുണ്ട്, ഡെയിലി രീതിയിൽ പോപ്പുലേഷൻ വ്യത്യാസമുണ്ട് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. സോ ആ ഒരു പോപ്പുലേഷൻ്റെ ഫ്ലക്ച്വേഷൻ പറയുന്നതിന് ഗുഡ്രിച്ച് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു ഫോർമുല തന്നിട്ടുണ്ട്. P = 180 T⁻⁻1. ഈ വാല്യൂ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. T ഡേയ്സിൽ വേണം ഇടാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു എത്രയാണ് ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, 1.8 ആണോ 2.7 ആണോ, ആ സംഭവം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഗുഡ്രിച്ച് ഫോർമുല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് തരുന്നത് എന്താ? പോപ്പുലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലക്ച്വേഷൻ എത്രയാണെന്നുള്ളത് തരും. ഇനി ഇതിനകത്ത് ഓർത്ത് വെക്കാൻ ഡെയിലി വേരിയേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു മാക്സിമം ഡെയിലി ഡിമാൻഡും ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡും തമ്മിൽ എത്ര? ഫാക്ടർ 1.8. അതുകൊണ്ടാണ് 180. ഇത് ശതമാനത്തിലാണ് 180%. അത് മാക്സിമം ഡെയിലി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ഡിമാൻഡ് എത്ര? ഫാക്ടർ 180% അല്ലെങ്കിൽ 1.8. വീക്കിലി എടുത്താലോ? മാക്സിമം വീക്കിലി ഡിമാൻഡ് ബൈ ആവറേജ് വീക്കിലി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 148% അല്ലെങ്കിൽ 1.48. ഇനി മന്ത്ലി വേരിയേഷൻ, അതായത് മാക്സിമം മന്ത്ലി ഡിമാൻഡ് ബൈ ആവറേജ് മന്ത്ലി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 128% അല്ലെങ്കിൽ 1.28. അപ്പോൾ ഇത് വാല്യൂ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. 128, 148, 180. ഇത് ആക്ച്വലി ഗുഡ്രിച്ചിനകത്ത് T വീക്കിലി എടുക്കുമ്പോൾ T7 ഇടും, മന്ത്ലി എടുക്കുമ്പോൾ 30 എടുക്കും. അങ്ങനെ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടുന്നത്. നിങ്ങളെ സംബന്ധിച്ച് 1.8, 1.48, 1.28 എന്ന് പറയുന്ന വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന് ഡെയിലി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വീക്കിലിയും മന്ത്ലിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ടോട്ടൽ ഡ്രാഫ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? മാക്സിമം അവർലി ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം എന്താ? 2.7 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മാക്സിമം ഡെയിലി ഡിമാൻഡ് 1.8 ടൈംസ് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ്. ഇത് കണ്ടുപിടിച്ചിട്ട് എന്തുകൂടെ കൂട്ടണം? ഫയർ ഡിമാൻഡ്. അത് ഏതാണോ ഫോർമുല പറയുന്നത് അത് വെച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ രണ്ട് വാല്യൂവിൻ്റെ മാക്സിമം വാല്യൂ എന്താണോ അതിനാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ഡ്രാഫ്റ്റ്. അപ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്കൊരു പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ അതിനകത്ത് ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡും കാര്യങ്ങളൊക്കെ തന്നാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം മാക്സിമം അവർലി ഡിമാൻഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് ഇൻറ്റു 2.7. പിന്നീട് എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കണം. അതിന് 1.8 ഇൻറ്റു ആനുവൽ ആവറേജ് ഡെയിലി ഡിമാൻഡ് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഫയർ ഡിമാൻഡ്. ഒന്നുകിൽ ക്വസ്റ്റ്യന് ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ ഏത് രീതി കണ്ടുപിടിക്കണമെന്ന് അവർ പറയും. കുച്ച്ലിംഗ് ആണോ ഫ്രീ ബസ്റ്റൺ ആണോ, അതനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഫയർ ഡിമാൻഡും മാക്സിമം ഡെയിലി ഡിമാൻഡൂടെ കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ്. മാക്സിമം അവരുടെ ഡിമാൻഡ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂവിൻ്റെ ഏറ്റവും വലിയ വാല്യൂ അതായിരിക്കും, അല്ലെങ്കിൽ ഇതിനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ കോഡ് IS 1170/1993 നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിലെ ഡിമാൻഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ CPHO മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ നോർമലി പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് വാട്ടർ റിക്വയർമെൻറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബാത്റൂംസ് നിങ്ങളുടെ ഫാക്ടറിയിൽ നമ്മൾ ഓൾറെഡി ഡൊമസ്റ്റിക്കിലെ ബാത്റൂമിൻ്റെ ആവശ്യകത പറഞ്ഞു. 55 LPCD ആണ് ലോ ഇൻകം ഗ്രൂപ്പ്, 75 LPCD ആണ് ഹൈ ഇൻകം ഗ്രൂപ്പ്. ഫാക്ടറീസിലെ ബാത്റൂം വേണ്ട സ്ഥലങ്ങളാണെങ്കിൽ 45 LPCD,
ബാത്റൂം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒരു ഫാക്ടറിക്ക് വേണ്ടുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 30 LPCD. ഓഫീസിൻ്റെ ഡിമാൻഡ് 45 LPCD. ഹോസ്റ്റലിൻ്റെ ഡിമാൻഡ് 135 LPCD. സ്കൂള് ഡേ സ്കൂൾ ആണെങ്കിൽ 45 LPCD. ബോർഡിംഗ് സ്കൂൾ ആണെങ്കിൽ 135 LPCD. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വിടുക. മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നതെല്ലാം ഓർത്ത് വെച്ചാൽ അത്രയും നല്ലത്. കാരണം ഇതൊക്കെ പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള വാല്യൂസാണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് 25 മാർക്ക് കിടക്കുന്നതുകൊണ്ട് സോ ബെറ്റർ ഇതൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിനകത്ത് എൻ്റെ വക ഒരു ഷോർട്ട് ട്രിക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഡൊമസ്റ്റിക് ലോ ഇൻകം ഗ്രൂപ്പിൻ്റെ ഡൊമസ്റ്റിക് ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാം 135. നിങ്ങൾ ആലോചിക്കുക, വീടും അല്ലെങ്കിൽ താമസ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട എല്ലാം 135. ഹോസ്റ്റൽ 135. സ്കൂൾ, ഏത് സ്കൂൾ? ബോർഡിംഗ് സ്കൂൾ എന്ന് വെച്ചാൽ പിള്ളേർ സ്റ്റേ ചെയ്യുക, അവിടെ നോക്കി 135. ഡൊമസ്റ്റിക് ലോ ഇൻകം ഗ്രൂപ്പും 135. അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം. അതുപോലെ ഡേ സ്കൂളിൻ്റെ 45. ഓഫീസ്, അതായത് ഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്ത്, രാവിലെ പോകുന്നു അവിടെ താമസമില്ല. ഓഫീസും അങ്ങനല്ലേ, രാവിലെ പോകുന്നു തിരിച്ചു വരുന്നു. സോ അത് നോക്കി 45. അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം. ഇനി ഹോസ്റ്റൽ 150. ഇതല്ല ഹോസ്റ്റലല്ല, ഹോട്ടൽ 150 പെർ ബെഡ്. ഒരു ബെഡിന് 150 LPCD വേണം എന്ന രീതിയിൽ. റെസ്റ്റോറൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ഇമ്പോർട്ടൻ്റ്. ഹോസ്പിറ്റൽ 100 ബെഡ് വരെ ആണെങ്കിൽ 340, 100 കൂടുതലാണെങ്കിൽ 450. ഇതും ഓർത്തിരിക്കുക. 3, 4, 4, 5 അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കുക. 350 LPCD ആണ്. ബെഡ് 100-ൽ താഴെയാണെങ്കിൽ, 100 ബെഡിൽ കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആവശ്യകത കൂടും. അതെത്ര? 450 പെർ ബെഡ്. ഒരു ബെഡിന് 450 വേണം എന്ന രീതിയിൽ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞത് നഴ്സിംഗ് ഹോം, മെഡിക്കൽ ക്വാർട്ടേഴ്സ്. നിങ്ങൾ ആലോചിച്ച ക്വാർട്ടേഴ്സ്, മെഡിക്കൽ ഹോംസ്, അതെല്ലാം താമസമല്ലോ. അവിടെ നോക്കി 135. അപ്പോൾ 135 ഓർക്കാൻ ഇത്രയേ ഉള്ളൂ. ഡൊമസ്റ്റിക് ലോ ഇൻകം ഗ്രൂപ്പ്, ബോർഡിംഗ് സ്കൂള് താമസിക്കുന്ന സ്കൂള്, പിന്നെ താമസിക്കുന്ന നഴ്സിംഗ് ഹോം, മെഡിക്കൽ ക്വാർട്ടേഴ്സ്, അങ്ങനെ വരുന്ന താമസിക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് 135 എടുക്കും. ഹോസ്റ്റൽ 135. പക്ഷെ ഹോട്ടൽ എത്ര? 180. ഹോസ്റ്റൽ 135. ഹോട്ടലാകുമ്പോൾ കൂടുതൽ വെള്ളം വേണ്ടേ, ഭക്ഷണം പാചകം ചെയ്യണം, അവിടെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വേണം. സോ ദാറ്റ് ഈസ് 180.